സ്റ്റേറ്റിലെ എല്ലാ കോളേജുകളിലെയും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന സ്പോർട്സ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആവേശോജ്വലമായ ഈ സ്പോർട്സ് മത്സരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോങ് ജമ്പ് മത്സരമാണ്. റെഫറി ഇപ്പോൾ അളവെടുക്കോ. ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസ്കസ് ത്രോ മത്സരം. ഗ്രൗണ്ടിന്റെ വടക്ക് ഭാഗത്തായി ഇപ്പോൾ ഷോട്ട് പുട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. മീറ്റർ ഓട്ടത്തിന്റെ ഫൈനൽ റൗണ്ട് ആരംഭിക്കുന്നു. ചെസ് നമ്പർ 442, ട്രാക്ക് നമ്പർ 1. പ്രേം സോമശേഖരൻ, ചെസ് നമ്പർ 501, ട്രാക്ക് നമ്പർ 2. രാജേന്ദ്ര പ്രസാദ് സർ, പെട്രോൾ തീർന്നു സർ, അതാ നേരം വൈകി. ചെസ് നമ്പർ 458, മാധവൻ, ട്രാക്ക് നമ്പർ 6. എല്ലാ മത്സരാർത്ഥികളും ഒരാളെത്തിയില്ല. 2 മിനിറ്റ് സർ. നോ ദേവൻ, ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തു. സമയമായി, നമുക്ക് തുടങ്ങിയേ പറ്റൂ. സർ പ്ലീസ് സർ. നോ. അയ്യോ സാർ, എന്ത് പറ്റി സാർ? ഈ മത്സരത്തിന് ശേഷം അടുത്തതായി 500 മീറ്റർ റിലേ. ഓക്കെ സർ. On your mark. Set. പുരുഷന്മാരുടെ 100 മീറ്റേഴ്സ് ഹഡിൽസ് മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഈ മത്സരത്തിൽ പങ്കെടുത്ത ഫസ്റ്റും സെക്കൻഡും നേടുന്നവർക്ക് അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാവുന്നതാണ്. Yes. Thank you sir. Rating point 88 sir. വേണ്ട, ഇങ്ങ് വാണ. വാ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ഡിസ്ട്രിക്ട് കളക്ടർ അവറുകൾ സ്പോർട്സ് മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വിക്ടോറിയ കോളേജിൽ നിന്നും എത്തിയ പ്രേം സോമശേഖരൻ ഹഡിൽസ് മത്സരത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ ദേശീയ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. ഈ നേട്ടങ്ങൾക്കെല്ലാം എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദേവൻ, നിങ്ങളുടെ സ്റ്റുഡന്റിന് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഓരോ ജമ്പും നല്ല നുവാൻസസും ഉണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. 12 വർഷം കൊണ്ട് ട്രെയിൻ ചെയ്യാം. ഒരു തവണ പോലും അവ കപ്പ് വാങ്ങാതെ തിരിച്ചു വന്നിട്ടില്ല. എല്ലാ ഈശ്വരന്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. 100 മീറ്റേഴ്സ് ഹഡിൽസ് ഫസ്റ്റ് പ്രൈസ് പ്രേം സോമശേഖരൻ, തൃശൂർ. സെക്കൻഡ് പ്രൈസ് സോളമൻ, കോഴിക്കോട്. തേർഡ് പ്രൈസ് സുരേഷ് കുമാർ, കണ്ണൂർ. ഷോർട്ട് പുട്ട് ഫസ്റ്റ് പ്രൈസ് രതീഷ്, തൃശൂർ. ലോങ് ജംപ് ഫസ്റ്റ് പ്രൈസ് രാകേഷ്, തൃശൂർ. ഡിസ്കസ് ത്രോ ഫസ്റ്റ് പ്രൈസ് രതീഷ്, തൃശൂർ. ഒന്ന് നിക്കടോ, സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. എന്തെത്ര തീർത്തി? ഓക്കെയാണ്. ഹലോ, എന്താ അളിയാ? ഞാൻ വെറും 3 ബിയർ അടിച്ചിട്ടുള്ള അളിയാ. കിക്കേ ആയില്ലടാ, വെറും പൊട്ട ചെറുക്കായി പോയടാ. ഇപ്പോഴേ നല്ല ഫിറ്റ് ആണ് തോന്നുന്നല്ലോ. നീ നിന്റെ അച്ഛന്റെ അടുത്താണ് സംസാരിക്കുന്നേ.
ഇത് തന്തപടിയായിരുന്നോ? എന്താ ഇത്? എന്താ മോളെ, ഹോംവർക്കാ? എന്താടി ഇങ്ങനെ നോക്കണേ? എപ്പോഴും പറയുന്ന ഒന്ന് ചെയ്യുന്ന ഒന്ന്. എടി നിന്റെ അച്ഛനോട് കഴിക്കാൻ പറ. അതെ, ഞാൻ SP ഓഫീസിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ അവിടുന്ന് കഴിച്ചു. അയ്യോ, എന്താടി ഒരുമാതിരി മോന്ത കുറിപ്പിച്ച് നടക്കണമെന്ന് നീ? അതെ അതെ, റെഡിയായിരിക്കും, ഗ്രൗണ്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് വരുന്ന സമയം നോക്ക്. എന്താച്ചാ ഇത്? പ്രാക്ടിക്കൽ ക്ലാസ് അടക്കം വേണ്ടെന്ന് വെച്ചിട്ട് ഏട്ടൻ വിൻചേട്ടനെ കാണുന്ന എത്ര ആഗ്രഹിച്ചെന്നറിയോ? എന്താടി നീ പറയണത്? അവൻ ജയിക്കുമെന്ന് നിനക്കറിയില്ലേ? ജയിക്കുവാണെങ്കിൽ ഞങ്ങളെല്ലാം നേരിട്ട് പോയി കാണണ്ടേ? എടി, എന്റെ മോൻ ഇവിടെ ജയിക്കുന്നത് സംഭവമൊന്നുമല്ല. ഒരു ദിവസം അവൻ ഇന്ത്യക്ക് വേണ്ടി ജയിക്കൂടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയി കാണാം. അമ്മേ, ഏട്ടൻ വന്നു. നിക്ക്, വരരുത്. എന്താ മോനെ ലേറ്റ് ആയേ? അത് വരുന്ന വഴിയില് ചാൾസിന്റെ വീട്ടിൽ കയറിയിട്ട് വന്നത്. ഇത് 56-മത്തെയാ. എല്ലാവരുടെയും കണ്ണ് എന്റെ മോന്റെ മേലായിരിക്കും. കോച്ച് ഫോൺ ചെയ്തിരുന്നതാ. നാഷണൽ റെക്കോർഡാണല്ലേ? അതെ. എത്രയാടാ സമയം? 1390. 13.88. പോ. പ്രേം, കഴിക്കാവാ മോനെ? മദ്യപാനവും പുകവലിയും നിർത്തിയ ഇനിയും സമയം കുറച്ച് കിട്ടൂടാ നിനക്ക്. മദ്യപാനം വലിയ പ്രശ്നമല്ലടാ, പുകവലി സ്പോർട്സ്മാന് തീരെ പാടില്ല എന്നാ. രാത്രി 11 മണിക്കുള്ള അഡ്വൈസ് നോക്കിക്കേ. കുടിക്കുന്ന കുഴപ്പമില്ലെന്ന്. നന്നായത് തന്നെയാ, നല്ല പിള്ളേരെ കൂടെ നശിപ്പിക്കാനായിട്ട്. നീ കഴിക്കും മോനെ. ഹലോ. എടാ, ഒന്നിനും കൊള്ളാത്തവനെ, നീ ചോറല്ലേ തിന്നുന്നത്? എപ്പൊ നോക്കിയാലും പെണ്ണുങ്ങളുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. എന്റെ കയ്യിൽ വല്ലതും കിട്ടട്ടെ, നിന്നെ ഞാൻ പീസ് ആക്കോടാ. റോങ് നമ്പറാ ഫോൺ. എന്ത് റോങ് നമ്പറോ? നമ്പർ കറക്റ്റ് ആണല്ലോ, റോങ് നമ്പറാന്ന് പറയുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ആരാടാ ഈ സമയത്ത് വിളിച്ച്? എവിടെയാ വെച്ച? മിണ്ടാതിരുന്ന് വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ? നോക്കമ്മേ. ഇഡ്ഡലി വെച്ചിരുന്ന കഴിച്ചോ മോനെ? ആ, കഴിച്ചോ അമ്മേ. തേങ്ങാ ചട്നി എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ ഇല്ലല്ലോ നീ. ഭയങ്കര സംഭവമായിരുന്നു. ഇന്നലത്തെക്കാളിലും നല്ലത്. ശരിയെന്നാ അമ്മേ, ഇറങ്ങാ. സൂക്ഷിച്ചു പോ. പോയിട്ട് വരാമേ. ബൈ. എടി, രാത്രി അവന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലല്ലോ. കോപ്പ അവൻ എത്ര തവണ SMS ചെയ്തിരിക്കണെന്ന് കണ്ടോ? രാത്രി 11 മണിക്ക് ശേഷം എത്ര കോളോ വന്നെന്നറിയോ? എന്ത്? ഞാൻ അത്ര വൃത്തികേടായിട്ട് സംസാരിച്ചിട്ടും പിന്നെ അവൻ നിന്നെ ഫോൺ വിളിച്ചോ? എടി, നീ തന്നത് ഈ നമ്പർ തന്നെയല്ലേ? 9962800713. അല്ല, ഇതെന്താ? ഞാൻ 20 അല്ലേ പറഞ്ഞ, നീ 00 കേട്ടത്. അയ്യോ, ആരാന്നറിയാതെ ഞാൻ എന്തൊക്കെയോ ചീത്ത വിളിച്ചടി. അങ്ങനെ നീ എന്താ പറഞ്ഞത്? എന്തോന്നാ കളിയത്? ചെവിയൊക്കെ പൊട്ടി ഇയർഡ്രമൊക്കെ പുറത്തു വരെയുള്ളൂടാ ഇവളുടെ തെറിപ്പാട്ട് കേട്ട് കഴിഞ്ഞാ. ഇവളെങ്ങനെ വെറുതെ വിടുന്ന കളിയാ? കേട്ടില്ലേ? ഇപ്പൊ ഞാൻ അവളെ വിളിക്കാൻ പോവാ. എടി, ആ നമ്പറിന്ന് കോൾ വരുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? സ്വിച്ച് ഓഫ് ചെയ്തളിയാ. എന്നൊരു കാര്യം ചെയ്യ്, ഒരു ചായക്ക് പറ, ആലോചിക്കട്ടെ. ഫോൺ അവള് സ്വിച്ച് എന്തോ? അപ്പൊ നമ്മൾ എന്താ കളിയാക്കല്ലേ? ചായ ചേട്ടനോട് പറടാ.
അതെങ്ങനാടാ രാവിലെ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കഴിക്കാതാണോ വരുന്നേ? പോക്കറ്റിലാണെങ്കിൽ കാശുമില്ല. ചേട്ടാ ഒരു സിഗരറ്റ് തന്നെ. ഇല്ലടാ, കടയിലില്ലയോ അതെ എനിക്ക് മാത്രം തരില്ലെന്നോ? നിനക്ക് മാത്രം തരില്ല. നീയേ എനിക്ക് 1330 ബാക്കി തരണം. എപ്പ തരും? തരാനുള്ള 10 പൈസ ചോദിച്ച പമ്മി അങ്ങ് പോയാ മതി. അളിയാ നീ എന്തായാലും ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. നാഷണൽ ടൈമിംഗ് ബ്രേക്ക് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. താങ്ക്സ്. അളിയ, പ്രേമിന്റെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി ക്യാൻറ്റീനിൽ വെച്ച് ഇന്ന് എന്റെ വക ട്രീറ്റ്. എത്ര നേരമായിട്ടാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഹായ് പ്രേം, സുഖം ഹായ്. തന്നെയല്ലേ? ഇത്രയുള്ളൊരു സമോസയെ ഒറ്റ വായിക്ക് എങ്ങനെ വിഴുങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോടാ പട്ടി. നീ പൊടി. ഓസിന് പെപ്സിയും പപ്സും ഒക്കെ കഴിച്ചിട്ട് അവളുടെ വായിന്റെ നീളം കണ്ടില്ലേ? എന്തിനാടാ എപ്പോ നോക്കിയാലും പെമ്പിള്ളേരെ വായിന്ന് ഓരോന്ന് കേൾക്കണം. ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. നീ പോടാ. ഹേയ്, അതൊന്നുമില്ലടാ. ഇവൻ കുറെ കാലമായിട്ട് എബോവ് 35 നോക്കി നോക്കി ബിലോ 23 കാണാതായി. അല്ലടാ? ഓഫ് കോഴ്സ് നേതാവേ. എടി അയ്യോ, പിന്നെ ആ നമ്പറിന്ന് കോൾ വരുന്നടി. പേടിയാവുന്നു. ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ട് സോറി പറഞ്ഞോ? ഹലോ, സോറി സർ. എന്ത് സോറി എന്നോ? അല്ല സർ, എന്റെ ഫ്രണ്ടിന്റെ നമ്പറിലേക്ക് ആരാന്ന് തന്നെ അറിയില്ല. ദിവസവും നൈറ്റ് ഫോൺ ചെയ്ത് വൃത്തികേടായിട്ട് സംസാരിക്കുന്നു. ആണോ? നീ സംസാരിച്ചതോ? അല്ല, അയാളെ ചീത്ത പറയുന്നതിന് പകരം നിങ്ങളുടെ നമ്പർ എന്റെ ഫ്രണ്ട് മാറ്റി തന്നതാ. പ്ലീസ് പ്ലീസ്, സോറി സർ. എന്തെന്ത് സോറി എന്നോ? ഹലോ, അറിയാതെ ചെയ്യുന്ന തെറ്റിനെയാണ് സോറി പറയുന്നത്. അറിഞ്ഞു ചെയ്യുന്ന തെറ്റിന് മാപ്പ് അറിയിക്കുന്നില്ല. നീ ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ റോങ് നമ്പർ ആണെന്ന്. അതിനുശേഷവും നീ വിളിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്താ വരുന്നു. എവിടേക്ക് സർ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. സർ സർ, അങ്ങനെയൊന്നും ചെയ്യല്ലേ സർ. എന്റെ സ്റ്റഡീസ് സ്പോയിൽ ആവും. നിങ്ങൾ എന്നെ എത്ര വേണം ചീത്ത വിളിച്ചോ. ഓ, അതാണോ കാര്യം? ശരി, ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. ആദ്യം എന്റെ നമ്പറിന് ഒരു 100 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യും. സർ. ഓക്കെ സർ, ഓക്കെ സർ. പറയാളിയാ, ലണ്ടനിൽ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്? ബാലൻസ് കുറെ ഉണ്ടറാ, നീ സംസാരിക്കേ. ഓ, ഇവിടെ ഭയങ്കര വെയിലാണെന്നേ. ഇവരെന്താ വാനത്തേക്ക് നോക്കി നടന്ന് ഇങ്ങനെ കാലാവസ്ഥ നിരീക്ഷകനാകാൻ പോവാണ്. അവന് ടോപ്പപ്പ് ചെയ്ത് ഇവള് പെരുവഴിയിലാവുന്ന തോന്നണേ. അല്ലല്ല, ഇന്നത്തെ എക്സാം ഹലോ രമ്യ, എന്താ? പൈസ എനിക്ക് ഒരു 300 രൂപ തന്നെ. ആ ശരി, തരാം. താങ്ക് യു. ഓക്കെ. എല്ലാം നീ ആയിട്ടാ. നീ തെറ്റായി ഡയൽ ചെയ്തന്നെ ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടോന്ന്? ഷേ, എത്ര രൂപയ്ക്കാ സർ ചെയ്യണ്ടേ? ഫോൺ എടുക്കാൻ എത്ര നേരം? വണ്ടി ഓടിച്ചോണ്ടിരിക്കായിരുന്നു. ഓഹോ, വണ്ടിയൊക്കെ ഉണ്ടോ നിനക്ക്? നിന്റെ അച്ഛൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? സ്റ്റേറ്റ് ബാങ്കിൽ മാനേജറാ. മാനേജറാണോ? എവിടെയാ? കൊച്ചിയില്. ഓ, കൊച്ചിക്കാരിയാണല്ലേ. അതിരിക്കട്ടെ. നിന്റെ പേരെന്താന്നാ പറഞ്ഞ? ഗായത്രി. ഗായത്രി. നൈസ് നെയിം. പിന്നൊരു കാര്യം, എനിക്ക് നിന്നോട് സംസാരിക്കണം തോന്നിയാലേ ഞാൻ കോൾ ചെയ്യും. 5 പ്രാവശ്യം അടിക്കുന്നതിന് മുമ്പേ നീ എടുക്കണം. എടുത്തില്ലെങ്കിലുണ്ടല്ലോ, നീ സംസാരിച്ചതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേൾപ്പിക്കും. മനസ്സിലായല്ലോ? പിന്നൊരു കാര്യം, വോഡഫോണിൽ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. ഫുൾ ടോക്ക് ടൈം 500 രൂപയ്ക്ക്. ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ബിസിയാണ്, പിന്നെ സംസാരിക്കാം കേട്ടോ. ബൈ. ടോർച്ചർ. നീയാണോ പറയടി? എടി, ആ റോങ് നമ്പറിൽ സംസാരിക്കുന്ന ആരാന്ന് കണ്ടുപിടിച്ചു. എന്റെ പഴയ വീട്ടോണറിന്റെ മോനാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആള് സുന്ദരനാട്ടോ. അവനാടി നിന്റെ നമ്പറിൽ വിളിച്ച് കളിയാക്കുന്നത്. ടോർച്ചർ ചെയ്യാതെ ഫോൺ വെക്കടി. ഡാഷ്. എന്തു പറ്റിയടി? ഞാൻ ചോദിച്ചതിന് വല്ല മറുപടി പറഞ്ഞോ നീ? ഹലോ. ആഹാ, പറഞ്ഞ പോലെ 5ാമത്തെ റിംഗിൽ എടുത്തല്ലോ. വെരി ഗുഡ്. പറയൂ സർ. ഒന്നുമില്ല, സംസാരിക്കണം തോന്നി. പിന്നെ മൊബൈലിൽ കുറെ ബാലൻസ് ഉള്ളതുകൊണ്ടേ തീരുന്നില്ലെന്നേ. ആണല്ലോ, എന്റെ പൈസ തനിക്കെന്താ? ഏത് സമയം നോക്കിയാലേ ഫോണിൽ തന്നെയാ. എടി, ഫോണിൽ തുണി ഉണക്കാനിട്ടുണ്ട്, പോയി എടുത്തോണ്ട് വാ. വീട്ടില് കുറച്ച് ജോലിയുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടെ സർ. ഓ, അങ്ങനാണോ? ശരി ശരി, ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് വെച്ചോ. ഉണങ്ങാത്ത തുണി ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇട്ടേക്ക് കേട്ടോ. എല്ലാം റെഡിയായല്ലോ. പിള്ളേര് വീട്ടിൽ നിന്നുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുക. മുതലാളി, ഈ നോട്ടം ഓക്കെ ആണോ? ഇങ്ങനെ കൊടുത്താൽ എടുക്കില്ല, കുറച്ച് ചൂടാക്കും. ആയിക്കോട്ടെ. വിജയവാഡ സാം എന്ത് പറഞ്ഞു? അവിടെ റെയ്ഡ് ഓവർ ആണെന്ന്, അടുത്ത ആഴ്ചത്തേക്ക് നോക്കാന്ന് പറഞ്ഞു. ആ കൊച്ചിയർക്കം വിനു പോലും കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി. എന്താ ഏട്ടത്തിയമ്മ? അതെ, കണ്ണൂരില് നമ്മുടെ കൗൺസിലറിന്റെ മോള് ചിന്നു ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ വേണ്ടെന്നാണ് പറയാൻ പോകുന്നത്. അതൊന്നും വേണ്ട എടുത്തി, ഒന്ന് ക്ഷമിക്കുക. ഞാൻ തന്നെ ഒരു പെണ്ണെ കാണിച്ചു തരാം. എപ്പാ? ഇത് തന്നെയാ പറഞ്ഞു ചുറ്റി നടക്കുന്നത്.
ഹലോ. ആ പറഞ്ഞാട്ടെ. സാധനം റെഡിയാണോ? അതെ. ഒരു 25 വേണ്ടി വരും. ഇത്ര പെട്ടെന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാ? കുറച്ചുകൂടെ സമയം താ. കണ്ണൂരിലേക്ക് ഒരു 25 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് എടുക്കണം. ഇനി 5 ദിവസമുള്ളു. റെഡിയായിക്കോളൂ. എത്ര രൂപയ്ക്കാ സർ? 100 രൂപയ്ക്ക് തന്നെ. പക്ഷെ എന്റെ നമ്പറിനല്ല, എന്റെ ഫ്രണ്ടിന്റെ നമ്പറിന്. സർ, നിങ്ങൾക്ക് മാത്രം ഞാൻ റീചാർജ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ടിനൊന്നും എനിക്ക് പറ്റത്തില്ല. എന്തോന്ന് പറ്റത്തില്ലെന്നോ? എന്നാ നീ ഫോൺ വെച്ചോ. 10 മിനിറ്റിൽ നിന്റെ വീട്ടിലേക്ക് പോലീസ് വരും. വേണുഗോപാൽ, നമ്പർ 7, SBI കോളനി, കടവന്തറ, കൊച്ചി. അത് തന്നെയല്ലേ? സോറി സർ, നിങ്ങളുടെ ഫ്രണ്ടിന്റെ നമ്പർ ഒന്ന് പറയൂ. ആ അങ്ങനെ വഴിക്ക് വാ. ആ അവന്റെ നമ്പർ ഞാൻ മെസ്സേജ് അയക്കാം. അതോടൊപ്പം തന്നെ എനിക്കൊരു 100 രൂപയ്ക്ക്. അളിയ പാവാടാ പെണ്ണ്, അവളെ വെറുതെ വിടറാ. ആണല്ലേ? അതേടാ. ആ ആലോചിക്കട്ടെ. എന്താടാ വിക്കി, അണ്ടി പോയ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? അതൊന്നുമില്ലടാ. ഒരു ദിവസവും 2 ദിവസവും അല്ല, 4 ദിവസമായിട്ട് അവനൊരു പെണ്ണിനെ സിൻസിയർ ആയിട്ട് പ്രേമിച്ചോണ്ടിരിക്കുക. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല. ഇനി ചിലപ്പോ അവൾ എന്നെ കണ്ടു കാണും. 4 ദിവസമായിട്ടോ? ഭയങ്കര സിൻസിയർ ആയിട്ടാണോ? എടാ എനിക്ക് അവളുടെ നമ്പർ ഒന്ന് നീ വാങ്ങിച്ചു തരൂടാ. ആ പിന്നെ ഇനി അവളുടെ നമ്പർ വാങ്ങി കൊടുത്തേച്ചാൽ മതി. ഇവൻ അങ്ങ് ഒലത്തിക്കളയും. അളിയ നമ്പർ സംഘടിപ്പിച്ചു തന്നാ മതിടാ, ഞാൻ അവളെ വളച്ചെടുത്തോളടാ. എനിക്കതിൽ വിശ്വാസം ഉണ്ടടാ. നിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് റൂട്ടിലാണ് അവള്? റൂട്ടാ? എടാ ഏത് ബസ് റൂട്ടിലാണെന്നാ ചോദിച്ചത്. എക്സ്ക്യൂസ് മീ, അതെ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ? എവിടെയാണെന്ന്? ഈ സ്ട്രീറ്റ് ഇവിടെ നിന്ന് നേരെ പോയിട്ട്. ശരി, നീ തന്നെ കാണിച്ചു കൊടുക്ക്. പറഞ്ഞോളൂ. നേരെ പോയിട്ട് Okay. ലെഫ്റ്റ് തിരിയണം. പെട്ടെന്ന് തന്നെ റൈറ്റ് തിരിയണം. അതിനടുത്ത് തന്നെ ഒരു ഗണപതി അമ്പലം കാണും. അവിടുന്ന് പിന്നെ ചേച്ചി അഡ്രസ് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായില്ലെന്ന് വരാം. ഞാനും ചേച്ചിയുടെ കൂടെ വന്ന് വേണമെങ്കിൽ കാണിച്ചു തന്നാലോ? ശരി, കേറിക്കോ. അളിയ പോയിട്ട് വരട്ടെ. ഇവനാള് കൊള്ളാലോ. ഈവനിങ് മറക്കാതെ വിളിക്കണേ. ഓക്കേ ചേച്ചി, ബൈ. അളിയ ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. മിണ്ടാതിരുന്ന് കഴിക്കടാ. അഡ്രസ് പറഞ്ഞു കൊടുക്കാൻ 1 ദിവസം എടുത്തോടാ. അളിയ ഭൂമി ഉരുണ്ടതാണടാ. നിനക്കൊക്കെ വന്ന് വീഴുന്നല്ലോടാ. അത് വിട്ടുകളടാ. ഏയ് ചേട്ടാ, എന്തോന്നാടാ? ഞാൻ എത്രയാ തരേണ്ടത്? 1310 രൂപ. 1310. ബാക്കി ചില്ലറ ഉണ്ടാവും ചിലപ്പോ. അത് ചേട്ടൻ വച്ചോ. എടാ ഇത് തലയിരിച്ച് പ്രിന്റ് ചെയ്തേക്കല്ലേ, സീരിയൽ നമ്പർ പോലും ഇല്ലല്ലോ. ഫോറിൻ മണിയാ, ആ അങ്ങനെ കാണും. ആഹാ. വിദേശത്തുള്ള ആളുടെ ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തിയ ആൾക്ക് വെട്ടേറ്റു. അളിയ ആ നീല ചുരിദാറാടാ. അളിയ നല്ല കുട്ടിയല്ലടാ. നിന്നെ പോലെ ഒരുത്തൻ പെണ്ണ് കാണാൻ കൊള്ളാവോന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോടാ? കിട്ടിയത് എന്താണോ അത് വെച്ച് സന്തോഷിക്കാൻ നോക്ക്, കേട്ടോ? അവളുടെ നമ്പർ വേണോ വേണ്ടയോ? അളിയ നിന്നെ വിശ്വസിച്ചാടാ ഞാൻ ഇരിക്കണത്. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരണത് നിന്റെ കടമയാടാ. ഓക്കേ, വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്നലെ നീറ്റ് ഡ്രസ് അതെ, തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ് എവിടെയാ? ആ 7 നമ്പർ ബസ് ഇപ്പൊ തന്നെ പോകും. അയ്യോ, ദേ ആ ചെറുക്കന്റെ ഫോൺ വീണു. ആ സിമ്മൊന്ന് തന്നെ. അതെ, ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒന്ന് വിളിക്കാവോ? നമ്പർ ഒന്ന് പറഞ്ഞേ. 9843 9843 19293. 19293. റിംഗ് പോകുന്നുണ്ട് കേട്ടോ. ആണോ? അതെ. അറിയില്ല, ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എനിവേ, താങ്ക് യു.
സർ സമയം ഇപ്പൊ 10 മണിയായി. ഇനിയിപ്പോ പുറത്തു പോയി ഞാൻ എങ്ങനെയാ സാർ റീചാർജ് ചെയ്യാ? ഞാൻ മോർണിംഗ് ചെയ്തേക്കാം. ഹലോ ഹലോ സർ. ഇനി നീ എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, പ്രേമെന്ന് വിളിച്ചാൽ മതി. ആ പിന്നെ നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നീ സംസാരിച്ചൊക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഒരു കാര്യം ആലോചിച്ചപ്പോ എന്റെ അടുത്ത് തന്നെ 100 രൂപ എപ്പോഴും കാണാറില്ല. നിന്നോട് ചോദിച്ചു വല്ലാതെ വലപ്പിച്ചില്ലേ? ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്താണെന്ന് അറിയില്ല. ഇതുപോലെ അമ്മേ, ഇതിനു മുമ്പ് ആരും അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടി? അവനൊന്ന് നോക്കേ, ആരടുത്തോ കത്തി വെച്ചോണ്ടിരിക്കുക. ആണോ? ഡാ പ്രേം, ആ? എന്തായാലും സംസാരിക്കാൻ തുടങ്ങിയല്ലോ. നല്ല കുക്കിംഗ് അറിയാവുന്ന പെണ്ണിനെ നോക്കി ഓ പ്രേമിക്കും. ശരി. ആ എന്താ പാചകറിയാവുന്ന പെൺകുട്ടിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അതൊന്നുമില്ല ഗായത്രി, എന്റെ അമ്മ പാചകത്തിൽ PhD എടുത്താ. അതെയോ? എന്റെ അമ്മയുടെ കൈപുണ്യത്തിനെ കുറിച്ച് എന്താ പറയാ. എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പാർ രസം മാതിരി വെക്കരുതെന്ന്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ മനസ്സിലായി അമ്മ പാചകത്തിൽ എത്രത്തോളം PhD എടുത്തിട്ടുണ്ടെന്ന്. അയ്യോടാ, 1 മിനിറ്റ് വെയിറ്റ് ആണേ, ഇവിടെ പവർ പോയി. ഞാനൊന്ന് ക്യാൻഡിൽ എത്തിച്ചോട്ടെ. ഷോ, ഇതിവിടെ നിക്കുന്നില്ലല്ലോ. അതെ, ആ തീപ്പെട്ടി കൊള്ളി കത്തിച്ച് മെഴുതിരിയുടെ താഴെ കാണിക്കേ, അപ്പൊ നിക്കും. ഓക്കെ. താങ്ക്സ്. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവർക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തും താങ്ക്സ്, സോറി, പ്ലീസ് എന്നൊന്നും പറയരുത്. ശരി, ഓക്കെ. ഇനി ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഗുഡ് നൈറ്റ് ഗായത്രി, ബൈ. ഞാനും എത്രയോ പെണ്ണുങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാ, പക്ഷെ ഇവളുടെ വോയിസ് എന്നെ ഡിസ്റ്റർബ് ചെയ്തു. ആരുടെ വോയിസ് ആടാ? അളിയാ, ഞാൻ അറിയാണ്ട് ചോദിക്കാടാ. ടോപ്പ് അപ്പ് ചെയ്ത് നിന്നെ കമഴ്ത്തിയെന്നാ തോന്നുന്നേ. കണ്ണ് കണ്ടൂടെ നിനക്ക്? ഫോണെന്ന് വെച്ചാൽ ഭ്രാന്തായിരിക്കുക. ഈ പെണ്ണ് ഫോണെന്ന് പറഞ്ഞ് എന്താണോ ഇങ്ങനത്തെ ഒരു സ്വഭാവം? അവള് സംസാരിച്ചാലേ ചിത്ര ചേച്ചി പാടുന്നത് പോലെ ഉണ്ട്. ഈ പാട്ടാ ഞാനത് അന്വേഷിച്ചത്. എന്തോ? അതല്ലളിയാ, എന്റെ മുത്തശ്ശി പാടിയാലും ലതാ മങ്കേഷ്കർ പാടുന്ന പോലെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ സുന്ദരി ആവണമെന്നില്ലല്ലോ. പ്രേം, ഇടി, ഞാൻ പ്രീതിയാ. നിനക്ക് എന്താ പറ്റിയത് പറ. ഒന്നുമില്ല, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. കുറച്ചു കാലം മുമ്പ് എപ്പോ വേണമെങ്കിലും അവളെ വിളിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വിളിക്കണം തോന്നുമ്പോഴൊക്കെ 1 അല്ല 100 പ്രാവശ്യം ഞാൻ ആലോചിക്കുന്നടാ. ഞാൻ പറഞ്ഞത് വിശ്വസിക്കേ. ഫോണിൽ വോയിസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നതിലും മോശമാവൂടാ. കാഴ്ചക്ക് മാത്രമുള്ള സൗന്ദര്യം, മനസ്സിനെല്ലാം ഒന്ന് തന്നെ. ഗായത്രി, ടോപ്പ് ചെയ്തിരുന്നോ? 3 ദിവസമായിട്ട് പ്രേം വിളിച്ചതേ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫോണിൽ ശരിക്കും ബാലൻസ് ഇല്ലാന്ന്. ഒരു ഡിഗ്രി എടുത്തവര് ജോലിക്ക് പോയി കാശ് സമ്പാദിക്കണം. അവര് കുടുംബവും കുട്ടികളായിട്ട് വീട്ടിൽ സെറ്റിൽ ആയിരിക്കണം. നീ എവിടേക്കാ പോണേ, എന്തിനാ പോണേ ഒന്നും മനസ്സിലാവണില്ല. മാസത്തിൽ ഓരോ ഇന്റർവ്യൂവിന് പോണോന്ന് പറഞ്ഞ് കാശ് മേടിക്കുന്നതല്ലാതെ ഒരു പുരോഗതിയും കാണുന്നില്ലല്ലോ. നീ എന്തിനാ മോളെ അമ്മയുടെ അടുത്ത് പൈസ ചോദിച്ചേ? ഒരു ഫ്രണ്ടിന് കൊടുക്കാനുണ്ടായിരുന്നു വെച്ചാ. അവള് ചോദിക്കുന്ന കേട്ടില്ലേ, കൊടുത്തൂടെ നിങ്ങക്ക്? അവളുടെ ഒരു റെക്കമെൻഡേഷൻ. എടി, ഇത് ഭക്ഷണം എടുത്തു വെച്ച് കഴിച്ചിട്ട് പോ. ആ ശരി അമ്മേ. ചേഞ്ച് വാങ്ങിട്ട് വാ. ചേട്ടാ, ഒരു 1000 രൂപയ്ക്ക് ചേഞ്ച് തരും. ചേഞ്ച് ഒന്നും ഇല്ല ഇവിടെ. പാളയ മാർക്കറ്റ് അങ്ങനെ പോയി ഒന്ന് നോക്ക് ചേട്ടാ. ഇല്ലെന്നേ. ഉണ്ടെങ്കിൽ ഞാൻ തരില്ലേ. ഇങ്ങോട്ട് വാ. ഉണ്ടോ? ദാ. താങ്ക് യു ബോസ്. ഒന്ന് വേം വാ, സമയം ഒരുപാടായി.
ഒരു 1000 രൂപയ്ക്ക് ചില്ലറ വാങ്ങിട്ട് വരാൻ പറഞ്ഞ അതെങ്കിലും നീ ശരിക്കും ചെയ്യുന്നുണ്ടാ? ഇതില് 4 നോട്ട് കള്ളനോട്ടാ. ഇതെങ്കിലും നിനക്ക് അറിയുന്നുണ്ടോ? കള്ളനോട്ടാ? അതെങ്ങനെ അറിയാനാ? മര്യാദക്ക് ജോലിക്ക് പോയി കാശ് സമ്പാദിച്ചാലല്ലേ കള്ളനോട്ട് ഏതാ നല്ല നോട്ട് ഏതാ തിരിച്ചറിയൂ. ഇത് എവിടുന്ന് കിട്ടി നിനക്ക്? പലചരക്ക് കട. പോയി മാറ്റിട്ട് വാ. ഇങ്ങനെ ഒരെണ്ണം എനിക്ക് പറഞ്ഞല്ലോ ദൈവേ. ചേട്ടാ ചേട്ടാ, ഇവിടെ ഓട്ടോന്റെ അടുത്ത് ഒരാൾ നിൽക്കണമെന്നു അയാളെ കണ്ടു? ഇല്ലെന്നേ, നേരത്തെ വണ്ടി പഞ്ചറായ ടയർ മാറ്റുന്നുണ്ടായിരുന്നു. എന്തിനാ ചോദിക്കുന്നേ? ഒന്നുമില്ല. ഫോണിലൂടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്ട് വരാന്ന് പറയുന്നത് കേട്ടു. ഒരു വെള്ള പാക്കറ്റ് തന്നെ. ചേട്ടാ ഞാൻ നോക്കിക്കോളാം. കള്ളനോട്ട് കൊടുത്തിട്ട് 6 ലക്ഷം രൂപയുടെ ഒറിജിനൽ നോട്ട് തരും. അത് വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേക്ക്. എടാ, പണം നീ സൂക്ഷിക്കണം. ആ ശരി. ഹലോ ഹലോ, കൂട്ടനാട് പോലീസ് സ്റ്റേഷനിലെ? അതെ, നിങ്ങളാരാ? ഞാൻ ആരാണെന്നുള്ള ഇരിക്കട്ടെ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തൃശ്ശൂർ പോണ റെഡിമേഡ് ട്രാവൽസിന്റെ അടുത്ത് ഒരാൾ ചാക്ക് നിറയെ കുഴൽപ്പണമായിട്ട് യാത്ര ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതിലെ മുഴുവനും കള്ളനോട്ടുകളാണ്. ഏ, അത് കള്ളനോട്ടാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്റെ അടുത്ത് ആധാരമുണ്ട് സർ. ശരി, നീ ആര്, നീ എവിടുന്ന് വിളിക്കണോ അത് നീ ആദ്യം പറയേ. കൂട്ടനാട് തന്നെയാണ് സർ. നടക്കണ, വണ്ടി കയറാ, പിടിച്ച് കയറ്റവനെ. നടക്കണ നീ വണ്ടിയിലേക്ക്. കയറ്റവനെ. ശരി മുതലാളി, പെട്ടെന്ന് വരൂ. സാറ് ശരിക്കും കോളർ പിടിച്ചു വലിച്ചപ്പോ ശരിക്കും പേടിച്ചു ഞാൻ. അല്ലടാ, അതൊക്കെ നാടകമല്ലേ. നിന്റെ കയ്യിൽ കള്ളനോട്ടുണ്ടെന്ന് എനിക്കൊരുത്തൻ അവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞതാ. ചോദിച്ചപ്പോ എവിഡൻസ് ഉണ്ടെന്ന് അവൻ പറയണത്. അങ്ങനെയുള്ള ഒരുത്തൻ ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകുന്നില്ലേ എന്ന് നോക്കാതിരിക്കുവോ? അപ്പൊ തന്നെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവന് വേണ്ടിയിരുന്നത് 1 രൂപ കോയിൻ മാത്രമാ. വേറെ ആർക്കെങ്കിലും ഫോൺ ചെയ്താൽ നിന്നെ അപ്പൊ തന്നെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോഴേ ഇതെല്ലാം നമ്മുടെ കൈവിട്ട് പോവും. മുതലാളി വഴക്ക് പറയുന്നത് എന്നെ ആയിരിക്കും. ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടിപ്പോ എത്ര വർഷം കൂടെ ഉണ്ടായിട്ട് നീ അത് ഒന്നും പഠിച്ചില്ലല്ലോടാ. എടാ, നീ ഉടനെ കോതമംഗലത്തേക്ക് പോക്കോ. കിട്ടു ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരി മുതലാളി. അവിടുന്ന് ഒരുത്തൻ ഫോൺ ചെയ്ത് പറഞ്ഞത് ആരാന്നൊന്നും എനിക്കറിയില്ല. നാളെ ഇതെന്തേലും പ്രശ്നമായാൽ DC ഇപ്പൊ എന്നോട് വലിയ ദേഷ്യത്തിലാ. അതിന് 2 ദിവസത്തിന് സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. പ്രശ്നമൊന്നുമില്ലാച്ചാ ഞാൻ തന്നെ കൊണ്ടുവരാം. എനിക്കിതൊന്ന് ശരിയാക്കിയെടുക്കാൻ 2 ആഴ്ച എടുത്തു. സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങി നീ ജോലി ചെയ്യുന്നില്ലേ, അതിന് ഞാൻ നിന്നെ പ്രശംസിക്കുക. ശരി, തന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞ പയ്യനാരെന്ന് കണ്ടുപിടിക്കും. ഡേയ്, ക്രിസ്റ്റിക്ക് ഫോൺ ചെയ്യും. ക്രിസ്റ്റി, പണം വരെ 1 ആഴ്ച എടുക്കും. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. ശരിയണ്ണ, എത്രയും പെട്ടെന്ന് അയക്കേ. ശരി. ഇവിടെ അടുത്തുള്ള കടയിൽ പോയവരെ ഇത്രയും സമയോ? ചില്ലറ കിട്ടിയത് പലചരക്ക് കടയിൽ നിന്നല്ല, വേറെ ആളുടെ അടുത്തുന്നാ. ആരുടെ അടുത്തുനാടാ? 400 രൂപ തിരിച്ചു മേടിച്ചില്ലേ? ഇല്ല, പോലീസിൽ പിടിച്ചു കൊടുത്തു. പോലീസിൽ പിടിച്ചു കൊടുത്തു? അതെ. അപ്പൊ നമ്മുടെ 400 രൂപ പോയല്ലടാ. എന്തിനാ എപ്പോ നോക്കിയാലും കാശെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇവർ വേറെ ആരും പറ്റിക്കാതിരിക്കൂ. അത് ശരിയാടാ. നമുക്കെന്തിനാടാ വെറുതെ പ്രശ്നങ്ങൾ? ഞാൻ നോക്കിക്കോളാം. പറയ് ക്രിസ്റ്റി. നിങ്ങളുടെ സാധനങ്ങളെല്ലാം പോലീസ് പിടിച്ചൂലേ? നിന്നോട് ആരാ പറഞ്ഞേ? ഐസക്ക് ഫോൺ ചെയ്ത് ചരക്ക് വേണമെന്ന് ചോദിച്ചെന്നോട്. അതിന് നീ എന്ത് പറഞ്ഞു? ഒരാഴ്ചയായിട്ട് പിള്ളേര് വെറുതെ ഇരിക്കുക, ഉടനെ തന്നെ അയക്കാൻ പറഞ്ഞ.
ഐസക്ക് ക്രിസ്റ്റിക്ക് പണം അയക്കുകയാണെന്ന്. ഞാൻ അന്നേ പറഞ്ഞതാ കൊന്നുകളയാണ്, നിങ്ങളാ വേണ്ടെന്ന് പറഞ്ഞ. ഡേയ്, വണ്ടി തിരിച്ചുവിട്. മുതലാളി, ഐസക്ക് രാവിലെ തന്നെ കോതമംഗലത്തേക്ക് പോയിട്ടുണ്ട്. ശവം കാണുന്നത് നല്ല ശകുന, പോരാത്തതിന് നമ്മുടെ ഐസക്കിന്റേതും. മുതലാളി, ഇന്ന് തന്നെ പുതിയ കണ്ടെയ്നറിന് അഡ്വാൻസ് കൊടുത്താലോ? എല്ലാം നല്ലതിനാടാ. എടാ ഫ്രെഡി, ചേട്ടാ, ആ പെണ്ണിന്റെ വീട് എവിടെയാണെന്ന് നോക്ക്. കടവന്ത്രയില്ല ചേട്ടാ. നിങ്ങള് സമ്പത്ത് സാറല്ലേ? സമ്പത്ത് സാറൊന്നുമല്ല, സമ്പത്തെന്ന് മാത്രം വിളിച്ചാ മതി. ആരെ കാണാനാ? നിങ്ങളെ കാണാനാ. നാട്ടിൽ ഞാൻ എവിടെ പോയിരുന്നാലും അവിടെ എവരും ഉണ്ടാവും. ഇരിക്കണോ? 30 വർഷം കൊണ്ട് ഇവർ എന്നോടൊപ്പം. എനിക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യും. കല്യാണം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ ലഞ്ച് ബോക്സ് ആരാ അറിയില്ല മോളെ. ഞാൻ പോയിട്ട് വരാം. എന്തുകൊണ്ടാ സമ്മതിച്ചെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അളിയാ, പെണ്ണ് കലക്കി. ആരാ വന്നിരിക്കുന്നത്? ആരാന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ സംസാരിച്ചോണ്ടിരിക്കുക. ബൈ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവന്റെ പേരിൽ 4 ലോഡ്ജുണ്ട്. ധൈര്യമായിട്ട് സാറിന് മോളെ കെട്ടിച്ചുകൊടു. ഇവൻ നന്നായിട്ട് നോക്കും. സാർ, ഇതെന്റെ മോൻ ദിനേശൻ, M.Com കഴിഞ്ഞു, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇവന്റെ അളിയന് ഈ സിറ്റിയിൽ ജോലിയില്ലെന്നോ? ഇവൻ എന്ത് ജോലി വേണമെന്ന് മാത്രം ചോദിച്ചാൽ മതി, ജോലി കൊടുക്കാം. എന്താ കള്ളനോട്ട് മാറ്റുന്ന പണിയാണോ? ദിനേശ, ഇവനാച്ചാ അന്ന് 400 രൂപ കള്ളനോട്ട് തന്നത്. ഇവനെ ഞാൻ പോലീസ് പിടിച്ചു കൊടുത്ത്. കള്ളനോട്ട് മാറ്റുന്ന തെണ്ടുകള് ഞങ്ങളുടെ വീട്ടിൽ പെണ്ണ് ചോദിക്കാ. ഇറങ്ങി പോടാ. അതുകൊണ്ടാ ഞാൻ നയത്തില് സംസാരിച്ചോണ്ടിരിക്കണേ. ഇറങ്ങി പോടാ. ഇതൊന്ന് പോകൂ. ഒന്ന് പോടാ. എടാ, സോറി സാർ. എടാ, മേലാൽ പെണ്ണ് ചോദിച്ചോണ്ട് ഈ പടി ചവിട്ടിയാൽ ക്രൈം ബ്രാഞ്ച് നിങ്ങളുടെ വീട്ടിലെത്തും. പറഞ്ഞേക്കാ ഞാൻ. നിങ്ങളുടെ കള്ളനോട്ട് ഇടപാടൊക്കെ പുറത്തേക്ക് വരും. ഒറ്റ ഞാൻ വെറുതെ വിടില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്?
കള്ള പന്നി. 1000 500 ചോദിച്ചിട്ട് ഈ പ്രശ്നത്തിനൊക്കെ നീയാ കാരണം. എന്താടാ, നിനക്ക് പെണ്ണ് മാത്രം മതിയോ? നിന്റെ അളിയനെ വേണ്ടല്ലേ? നമ്മുടെ ജോലിക്കൊന്നും കുടുംബവും കല്യാണമൊന്നും ശരിയായി വരില്ല ചേട്ടാ. ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം. വേണ്ട ചേട്ടാ, ഈ കല്യാണ വിഷയം ഇതോട് വിട്ടുകളയാം. ഇവനെ പോലെ വേലയില്ലാത്ത ചെറുക്കന്മാർ വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കും. അവനെ കൊന്നിക്കാം. എപ്പോ വേണം? ഇപ്പോഴത്തെ സമയം ശരിയല്ല. കുറച്ചു ദിവസം നീ കാത്തിരിക്കും, ശരിയാക്കിയ 10 ദിവസമല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഈ സ്റ്റേഡിയം മാറ്റിയെന്ന് പറഞ്ഞ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ടെന്ന് ഇന്ന് രാവിലെ മെസ്സേജ് വന്നത്. ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നേക്കാളും നല്ലത് നാട്ടിൽ കളിക്കുന്ന സാറേ. അവിടെ വെച്ച് ഞാൻ എന്റെ കുട്ടികളെ മെരുക്കിയെടുത്തോളാം. വരട്ടെ സാർ. ദേവൻ, ആ അത്ലറ്റ് ആയിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവൻ ഗോൾഡ് മെഡൽ അടിക്കുമോ? ഷുവറായിട്ടും അടിക്കും. വിക്കിയുടെ ആ പ്രേമം എന്താടാ? സന്തോഷായിട്ടിരിക്കണടാ. കളി കൊൽക്കത്തയിലല്ല, കൊച്ചിയിലേക്ക് മാറ്റി. വല്ലാത്ത കഷ്ടമായി. നമുക്കൊരു 5 ദിവസം മുമ്പേ തന്നെ പോകണം. ആ ശരി സർ. പ്രാക്ടീസ് ഒക്കെ അവിടെ വെച്ച്. ഓക്കെ സർ. ഓക്കെ സർ. ആ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണടാ അവൻ. അവൻ നമ്മുടെ അടുത്ത് മാത്രമേ മണിരത്നത്തിനെ പോലെ സംസാരിക്കുള്ളൂ. ആ പെണ്ണിന്റെ അടുത്ത് മണിക്കണക്കിന് സംസാരിക്കാൻ. പ്രേമിന്റെ ഫേസ്ബുക്ക് ഐഡി ഒന്ന് പറയാവോ? ഞാൻ ഫേസ്ബുക്കിലില്ല. തെറ്റിദ്ധരിക്കരുത്. വാട്സാപ്പില് പ്രേമിന്റെ ഫോട്ടോ ഇല്ലല്ലോ. ഫോട്ടോയോ? ഞാൻ 4 ദിവസത്തിനുള്ളിൽ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. ശരി, നിനക്ക് എന്റെ ഫോട്ടോ വേണമല്ലേ? ഫോൺ വെക്ക്, ഞാൻ അയക്കാം. കയ്യിലും ആഭരണം എടുത്ത് പുറത്തിറങ്ങാൻ പറ്റില്ലടാ നിങ്ങളെനൊക്കെ. സാർ നടക്കടാ. കാശ് വേണമെങ്കിൽ 2 ദിവസം മുന്നേ ചോദിക്കായിരുന്നില്ലേ സാർ? ഇപ്പൊ ഈ പെട്ടെന്ന് വന്ന് ചോദിച്ചാ ഒരാളോട് ചോദിച്ചിരുന്നു സാറേ. പെട്ടെന്ന് അവര് വാക്കുമാറി. കൈക്കൂലി വാങ്ങുന്നവർക്കൊക്കെ അവസാനം വരുന്ന ഗതി ഇതൊക്കെ തന്നെയാടോ. ഇതാ എവിടേക്കാ തന്നെ മകൻ പോകുന്നേ? കൊച്ചിയിലേക്ക് പോണു സാർ, നാഷണൽ മീറ്റിന്. ഇതിൽ ജയിച്ചാ പിന്നെ ഏഷ്യൻ മീറ്റിനാ സാർ. ഡിഗ്രി കഴിഞ്ഞതല്ലേ, ഫാനിന്റെ ചോട്ടിലിരുന്ന് ചെയ്യാവുന്ന വല്ല ജോലിയും മേടിച്ചു കൊടുക്ക്. വെറുതെ ഓടാനും ചാടാനും മക്കളെ വിട്ട് തനിക്കൊന്നും. അവനൊരു പ്രശ്നമുള്ളതല്ലടോ, പിന്നെ എന്തിനാ ഈ സ്പോർട്സിനൊക്കെ അയക്കുന്നത്? സാർ, തുടക്കത്തിൽ ഞാനും വല്ലാതെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ സാർ ഇപ്പോ സ്പോർട്സിലാണ് അവന്റെ ജീവിതം തന്നെ ഉള്ളത്. എനിക്കും പിന്നെ തോന്നി അതാ ശരിയെന്ന്. അതാ ഞാൻ അവന്റെ ഇഷ്ടത്തിന് വിട്ടത്. സാർ സമയായി, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. സാറില്ല, സമയമുണ്ടല്ലോ. നിന്റെ അച്ഛൻ വരുന്നു. എന്താ ഇവിടെ? ഇത് വെച്ചോ. വെച്ചടാ. എന്തിനാ ഇത്രയും കാശ്? ആവശ്യം വരും. 25 വർഷമായി SIക്കും ഇൻസ്പെക്ടർക്കും സെലൂട്ട് അടിച്ച് എന്റെ ജീവിതം കഴിഞ്ഞു. നീ ഇപ്പൊ നാഷണൽ മീറ്റിൽ ഗോൾഡ് മെഡൽ മേടിച്ചാൽ നിനക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടൂടാ. എന്താ ചെയ്ത്? ഞാൻ തീർച്ചയായിട്ടും റേസിൽ ജയിക്കുമെന്നേ. എന്റെ മോൻ ജയിക്കുമെന്ന് എനിക്കറിയാടാ. എനിക്ക് റിട്ടയർമെന്റിനുള്ള സമയമായല്ലോ. അതാ ചെറിയൊരു പേടി. പോയിട്ട് വാ. ശരി, എന്നാ വിട്ടോ. ആ നമസ്കാരം. നല്ലവണ്ണം നോക്കി തിരിച്ചു കൊണ്ടുവരണേ മക്കളെ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാനില്ല കൂടെ. നിങ്ങൾ പൊക്കോ. ശരി, അപ്പൊ വാ. ശരി എന്നാ എല്ലാവരോടും ഓക്കെ ബൈ. ശരി മോനെ. ശരി, ഫോൺ വിളിക്കണേ. ഓക്കെ, ബൈ. ബൈ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തുണ്ടാ? സുഖമായിട്ടിരിക്കണോ? നമ്മുടെ ഹോട്ടൽ അടുത്ത് തന്നെ, നടന്നു എന്നാ പോയാലോ? വാ പോവാ. നിങ്ങൾ റൂം അതാണേ? ശരി സാർ. ഗ്രൗണ്ടിൽ 5 മണിക്ക് തന്നെ പോണം. വേഗം കടക്കട ഉള്ളിലേക്ക്. വഴിയിൽ നിന്ന് തിരിഞ്ഞളിക്കണേ. എടാ എടാ, ഇത്ര ധൃതിയാണെങ്കിൽ നിനക്ക് ട്രെയിനിലേ പോവായിരുന്നില്ലേ? ഓക്കെ പ്രേം, ബൈഡാ. എടാ, നിന്റെ ബൈക്കിന്റെ താക്കോലിങ്ങതാ. ഓക്കെടാ, ഗെയിം കഴിയുന്നവരെ നീ തന്നെ വെച്ചോ ഇത്. ഈവനിങ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ. എന്താടാ ഇത്, വെള്ളം മഞ്ഞ കളറിലാണല്ലോ വരുന്നത്.
എന്താ ഗായത്രി ഇത്? നിന്റെ നാട്ടില് വെള്ളത്തിന് മഞ്ഞ കളറാണല്ലോ. നിങ്ങളെ പോലുള്ള ആളുകൾ അങ്ങനെ തന്നെ വരുള്ളൂ. എവിടെ സ്റ്റേ ചെയ്തിരിക്കുന്നേ? ഞങ്ങള് കലൂർ സ്റ്റേഡിയത്തിന് അടുത്തായിട്ടാ. അതിരിക്കട്ടെ, എപ്പോഴാ ഇന്ന് മീറ്റ് ചെയ്യുന്നത്? ഇന്ന് തന്നെയോ? അതേന്നെ, നാളെ മുതൽ എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. വന്നത് പ്രാക്ടീസ് ചെയ്യാനല്ലേ? ആദ്യം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. ഹലോ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എവിടെയാ വരേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. 10 മണിക്ക് മറൈൻ ഡ്രൈവ് വെച്ച് നമുക്ക് കാണാം. ഷാർപ്പായിട്ട് വന്നേക്കാം. എന്നെ ചുങ്കത്ത് ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ അവിടുന്ന് ബസ് പിടിച്ച് പോകണം. ഈ ഇന്റർവ്യൂലെങ്കിലും ജോലി കിട്ടണമെന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്യേ. വെറുതെ അച്ഛൻ്റെ അടുത്ത് വഴക്ക് കേട്ടോണ്ടിരിക്കണ്ട. അളിയാ, ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടിട്ട് വരാം. സാറ് ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ അളിയാ. എന്നാ പോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നോക്കിപ്പോ. ഐസക്കിന്റെ അനിയൻ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നു തോന്നുന്നു. അവനെ ഒന്നിനും കൊള്ളില്ലാന്നേ. പറയടാ. അതെ, ആ ദിനേശൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണോ? അതെ അതെ, ഒറ്റയ്ക്കാ. പൊക്കട്ടെ അവനെ. പൊക്കടാ, ചേട്ടനോട് ഞാൻ പറഞ്ഞോളാം. കാര്യം കഴിഞ്ഞിട്ട് വിളിക്കാം. എന്താ ചേട്ടാ ഈ ചായ ഇങ്ങനെ? നീ തരുന്ന പൈസക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. ചേട്ടാ, ഇവിടെ പെൻഡാമേനൊക്കെ എവിടെ? ആ വലത് റോഡ് കാണുന്നില്ല, അത് തിരിഞ്ഞ് നേരെ പോയാ മതി. താങ്ക്സ് ചേട്ടാ. സോറി ചേട്ടാ, അറിയാതെ പറ്റിയതാ. അത് നോക്കടാ. നിങ്ങളുടെ അടുത്ത് നിൽക്കണ അവൻ തന്നെയാണ്. സർ, ഇവിടെ അടുത്തേക്കാണ്. എനിക്ക് ലിഫ്റ്റ് തരൂ. താങ്ക്സ്. സർ, ഒന്ന് വേഗം പോകണം. 5 മേത്തെ ചുടുവെള്ളം വന്നു. ഹോസ്പിറ്റലിലേക്ക് പോകണം. സർ, ഒന്ന് സ്പീഡ് കൂട്ടണം സർ, പ്ലീസ്. നിക്ക്. എവിടെയാ നിന്റെ സ്ഥലം? തിരുവല്ലാമല. ഇവിടെ എന്തോ ചെയ്യുന്നേ? ഇവിടെ എന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഫ്രണ്ടിനെ കാണാനേ. പേരെന്താ? പ്രേം. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അവന്റെ കൈ കാലൊടിച്ചേക്ക്.
ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇവരൊക്കെ? ചേട്ടാ വേഗം വാ, വേഗം വാ. വേഗം വിട്, വേഗം വിട്. പോടെ, പോടെ. ഹലോ പ്രേം, എവിടെയാ? ഇവിടെ ആകെ പ്രോബ്ലംസാ. ഞാൻ മറൈൻ ഡ്രൈവിൽ തന്നെ ഉണ്ട്. നീ എവിടെയാ ഉള്ളത്? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലേ? എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം? കയ്യൊക്കെ ഒടിഞ്ഞില്ലേ? 4 ദിവസം കൊണ്ട് ശരിയോ? ആ കൊലുന്നനെയുള്ള ആ പയ്യന് എന്റെ ആൾക്കാരുടെ മേലെ കൈവയ്ക്കുള്ള ധൈര്യം ഉണ്ടായോ? അന്ന് അവന്റെ വീട്ടിൽ വെച്ച് തന്നെ അവനെ തീർക്കണമായിരുന്നു. ചേട്ടാ, അടിച്ചതാ ദിനേശ് അല്ല, വേറൊരുത്തനാ. പിന്നെ വേറെ ആരാ? ഇതിനു മുമ്പ് ഞാൻ അവനെ കണ്ടിട്ടില്ല. പേര് പ്രേം, തിരുവല്ലോമല്ലെന്നാ പറഞ്ഞേ. അവനും നമ്മളുമായിട്ട് എന്താണ് പ്രശ്നം? ദിനേശ് ഞങ്ങളെ കണ്ട് ഓടിയപ്പോ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അവനാ. അവനെ എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കണം. എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് അവനെ കാലാപുരിക്ക് അയക്കണം. നിങ്ങൾക്കെതിരെ അറ്റംപ്റ്റ് മർഡർ കേസ് ഫയൽ ചെയ്തിരിക്കണം. എന്തിന്?
ഞാൻ SP യോടും സംസാരിച്ചു നോക്കട്ടെ. സെർച്ച്. അയാള് കള്ളനോട്ട് അടിക്കലാണത്രേ. നേരെ ഇരിക്കടി അവിടെ. പിള്ളേർക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, അയാള് കള്ളനോട്ട് അടിക്കുന്നത്രേ. എന്നിട്ട് വാടി. സർ, ഇല്ല സർ. കൊച്ചിയിൽ നിന്നാണ് എല്ലാ സ്റ്റേറ്റിലേക്കും കള്ളനോട്ട് സപ്ലൈ ചെയ്യുന്നത്. എങ്ങനെ അയക്കുന്നു, എവിടെ നോട്ട് അച്ചടിക്കുന്നു, ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പയ്യൻ ഇടുക്കി ശങ്കറിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അതെ സാർ, ആ ഐസക്കിന് ഇവര് കൊന്നിട്ട് അത് ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർത്തതാ. ഐസക്കിന്റെ ഭാര്യ തന്നെ യദുവിനും സമ്പത്തിനും ഇതിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു സാർ. അവന്മാരെ കണ്ട എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഇരുന്നിട്ടും ഇന്നലെ ഒരു പയ്യൻ യദുവിനും അവന്റെ ആൾക്കാരും റോട്ടിലിട്ട് അവന്മാരെ തല്ലിയത്. എന്തൊരു ധൈര്യ ചെക്കന്. അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിക്കണം. യെസ് സാർ. മീരൻ സാർ. കൂട്ടനാട് എവിടെയോ കള്ളനോട്ട് പിടിച്ചെന്ന് കേട്ടു. അതെ സാർ, കള്ളനോട്ടാണെന്നാ കരുതിയത്. പക്ഷേ അകത്തുള്ളതെല്ലാം വെറും തുണികളായിരുന്നു സാർ. ഓഹോ. ഏതോ ഒരുത്തൻ റോങ് ആയിട്ട് ഇൻഫർമേഷൻ തന്നാണ് സാർ. ശരി സാർ. നിന്റെ വണ്ടി എന്താ? വർക്ക്ഷോപ്പിലാ. ഹായ് ഗായത്രി. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തത്? ബസ് വന്നൂടെ? ഓക്കെ ഡി ബൈ. ഞാൻ പറഞ്ഞ സാധനം നാളെ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നേ, മറക്കരുതേ. ഫോണിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ, നേരിൽ സംസാരിക്കില്ലേ? ദേ നോക്ക്, എന്റെ മേലിൽ ഒരു തെറ്റുമില്ല. സൈക്കിൾ വീൽ അവരുടെ മേത്ത് തട്ടിയെന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ വഴി വന്നു. ഞാൻ തല്ലിയതും തെറ്റ് തന്നെയാ, പക്ഷെ തല്ലുകൊള്ളുന്നത് അതിലും വലിയ തെറ്റല്ലേ? അതുകൊണ്ടാണ് ഞാൻ 2 കൊടുത്തത്. ഇതും പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ തന്നെ ഒന്നും മിണ്ടാതെ പോയാൽ അങ്ങനെ. ഹായ്. ഹായ്. എല്ലാരും അവളുടെ അടുത്ത് ബുക്ക് കൊടുക്കുന്നുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ. ഇത് വെക്ക്, ഞാൻ വാങ്ങിച്ചോളാം. വൈറ്റ്ല ജംഗ്ഷൻ അറിയിക്കോ. എന്റെ പേന. ഹലോ, എന്താ ഇത്? ഇത്രയും കാലം ടോപ്പപ്പ് ചെയ്തതിന് എന്റെ പേന അടിച്ചെടുക്കാൻ നോക്കാണോ? ചോദിച്ചാ ഞാൻ തന്നെ തരില്ലായിരുന്നു. പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ, അത് താഴെ പോയി. നാളെ നിങ്ങളുടെ പെൻ ഞാൻ ഏൽപ്പിച്ചോളാം. ശരി, ഓക്കെ. ഗായത്രി, സൂക്ഷിക്കണം കേട്ടോ, മാർക്കർ പേനയാ. പറയടി ചക്കരെ, തിരുവാങ്കുളത്ത് ഇറങ്ങി ഏത് ഹോട്ടലാ?
റൂം നമ്പർ? അയ്യടാ നാണിക്കണ്ട, നേരം കണ്ടില്ലേ. ഞാനൊന്ന് അഡ്രസ് എഴുതിയെടുക്കട്ടെ. ഹലോ സാറേ, ഉം? ആ പേന എന്തെന്നേ? പേന ഇല്ല സാർ. എന്താ കളിയാ, എഴുതിട്ട് തരാന്ന് പറഞ്ഞില്ലേ, തരൂന്നേ. ഹലോ എന്റെ സാറേ, പേന തരൂന്നേ. നിങ്ങളുടെ പേരെന്താ? ശരത്. ഈ പേരുള്ളവർക്കൊന്നും ഞാൻ പേന കൊടുക്കാറില്ല. ചെല്ല്. ഏയ്, എന്തോ ശരത് എന്ന് പറഞ്ഞ തരില്ലായിരിക്കും, അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരൂ എനിക്ക്. നിന്നെ ഞാനും- അയ്യോ, ഹലോ. ആ ചക്കരേ, ഒന്നുമില്ലടാ, ഇവിടെ ഒരു കല്ലിങ്ങനെ. ആ പറയ്. എന്താടാ ഫ്ലെക്സിബിലിറ്റിയിലോ ഒന്നുമില്ലല്ലോ. ഡേയ്, നീ ആദ്യം ഇറങ്ങി പുറത്തു പോ. സോറി സാർ. കൊച്ചി മുഴുവൻ കറങ്ങാനാ വന്നേ. അല്ല സാർ, കണ്ട പെണ്ണുങ്ങളുമായിട്ട് കറങ്ങി നടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയി. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സാർ. അതേടാ എന്റെ ഭാഗത്താണ് തെറ്റ്. ഈ ഗെയിമിൽ നീ കപ്പുമായിട്ട് ചെല്ലുടന്ന് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഭാഗത്തായി തെറ്റ്. നീ ഓ ഇവിടെ നിക്കണ്ട. അവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ല സാർ. എന്നെ വെറുതെ തല്ലാൻ വന്നിട്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ എന്തിനാ വന്നേന്നറിയാലോ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്ന ഞാൻ നിന്റെ അച്ഛനോട് എന്ത് പറയും? ഡേയ് പോ, വേഗം പോ. എന്റെ കണ്ണു മുമ്പിൽ കണ്ടുപോകരുത്. അല്ല സാർ, ഞാൻ പറയുന്നു ഡേയ്, കേക്ക്. പോടാ. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നേ? വേഗം വേഗം ചെയ്യ്. അളിയ, സാർ എന്തെങ്കിലും പറഞ്ഞോ? അത് വിറ. നമ്മുടെ സാറിനെ കുറിച്ച് നിനക്കറിയില്ലേ, എല്ലാം ശരിയാവിടാ. നീ കൂളായി. നീ നാളെ ഗ്രൗണ്ടിലേക്ക് വാളിയാ, സാർ ഒന്നും പറയില്ല. അളിയ, നാളെ ഒരു ചെറിയ പരിപാടിയുണ്ട്. നീ സാറിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യേ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ആ പെണ്ണിനെ നീ കണ്ടോടാ. എന്ത് പറയാനാ അളിയ? എന്നാ ശരി, ഞങ്ങളോട് പറയണ്ട. അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ? അപ്പൊ പറയടാ. അവളെ കുറിച്ച് പറയാൻ തുടങ്ങിയാ തീരില്ല അളിയ. നാളെ അവളുടെ ബർത്ത്ഡേയാ. ഇവന്റെ അടുത്ത് ഒരു പണി പറഞ്ഞ മര്യാദക്ക് ചെയ്യില്ല. അവനെവിടെയെങ്കിലും റൂൾസ് പറഞ്ഞിരിക്കണ്ടാവും. എന്താ 30 ഉറുപ്പിക്ക് ബില്ല് തരാൻ പറ്റില്ല? ഇദ്ദേഹത്തിന്റെ ബില്ലെട്. കാണുന്നില്ലല്ലോ, ഏത് സൈഡിൽ നിന്നാ വരുന്നതെന്നും അറിയില്ലല്ലോ. ഹലോ ബോസ്, സുഖല്ലേ? അന്ന് എനിക്ക് ലിഫ്റ്റ് തന്നില്ലേ? തന്നെയല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് പ്രേം. എന്റെ പേര് ദിനേശ്. ഇരിക്കട്ടെ. ധൃതിയിൽ ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലേ? താങ്ക് യു. ഓ, അത് സാരമില്ല. എന്റെ വീട് ഇവിടുന്ന് അടുത്താണ്, വരെ പോവാം. എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വിരോധമില്ലെങ്കിൽ. എന്റെ വീട്ടിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, വരും. നമുക്ക് 5 മിനിറ്റിൽ പോയിട്ട് വരാം. ഗിഫ്റ്റ് കണ്ട ഉടനെ അവന്റെ വീട്ടിൽ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നു. കള്ളൻ. ബോസ്, നിങ്ങൾ എത്ര വലിയ സഹായം എനിക്ക് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ എനിക്ക് മറക്കാൻ പറ്റും. കൈ വരൂ, പെട്ടെന്ന് പോയിട്ട് വരാം. ഒരു ചായ കുടിച്ചാൽ മതി. എന്താ സാർ? വരൂ വരൂ പ്ലീസ്. മോളെ ബലൂൺ നോക്കി, സൂക്ഷിച്ചോ. നമ്മുടെ അയൽവക്കത്തുള്ള ആ രാമകൃഷ്ണനെ ഒന്ന് വിളിക്കണ്ടേ? വാ. ഇരിക്കു ബോസ്. ശരിക്കും പിറന്നാള് വരാറുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യുക പോലും ഇല്ല. ഗായത്രി, ഇവൻ എന്റെ പുതിയ ഫ്രണ്ടാ പ്രേം. അല്ല, അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? സർ ഒന്ന് പെട്ടെന്ന് പോണം. എന്റെ അഞ്ചത്തിന് മേത്ത് ചൂടുവെള്ളം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുവെള്ളം വീണാൽ ഭംഗി കൂടും. എന്താ ഇത്?
ബർത്ത്ഡേ ഡിയർ ഗായത്രി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മയ്ക്ക് കൊടുക്കണം. ചേട്ടാ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക്സ് ആൻറ്റി. താങ്ക്സ്. താങ്ക് യു. താങ്ക്സ്. എല്ലാവർക്കും കൊടുക്കും മോളെ, ആ. കൊടുക്ക്. താങ്ക്സ്. ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ താങ്ക്സ് പറയില്ല. എന്താ ബോസ്, ഏ? ഗിഫ്റ്റ് ഇവളുടെ കയ്യിൽ എന്തിനാ കൊടുത്ത്? കേക്കൊക്കെ കഴിക്കുന്നതല്ലേ, പിന്നെ ഗിഫ്റ്റ് കൊടുക്കാതെ എങ്ങനെയാ? അതുകൊണ്ടാ. അതും ശരിയാ, ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ തെറി പറയും. അച്ഛ കോളേജിൽ പോകാൻ ടൈമായി, ഞാൻ പോവാണേ. ഇപ്പൊ എടപ്പള്ളിയിലത്തെ ബ്രാഞ്ചിൽ തന്നെയല്ലേ വർക്ക് അതെ ചെയ്യുന്നത്? അവിടെ തന്നെയാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇല്ലില്ല, അതിന്റെ ആവശ്യമില്ല, ഞാൻ പൊക്കോളാം. ശരി എന്നാ. ശരി. അങ്കിൾ, ആ, ഞാൻ ഇറങ്ങാണ്. എന്നാ ശരി. ആന്റി, ഇറങ്ങാം. ഇപ്പോഴും വൈറ്റിലത്തെ ബ്രാഞ്ചിൽ തന്നെ ആ, വർക്ക് പിന്നെ ചെയ്യുന്നത്. ഓക്കേ, ആ, ബൈ. മോൾക്ക് ഇപ്പൊ എവിടെ ജോലി? ഹായ്. പ്രേം പെട്ടെന്ന് കയറൂ, അച്ഛൻ ഈ വഴി ഓഫീസിലേക്ക് പോവാ. ആഹാ, കാണാൻ കൊച്ചു കുട്ടിയെ പോലെ ആണെങ്കിലും ഈ തലയ്ക്കകത്ത് ഭയങ്കര ബുദ്ധിയാണല്ലോ. അനിയ, ഈ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ എല്ലാം മാറ്റിക്കോ. ദാ ഇതിലെല്ലാം സ്പെയർ ഉണ്ട്. ശരി ചേച്ചി. ബാ, നമുക്ക് ഇവിടെ നിൽക്കാം. പ്രേം വിചാരിക്കുന്നത് പോലെ സൈക്കിൾ തട്ടിയത് കൊണ്ടല്ല അവര് നിന്നെ ഓടിച്ചത്. അവരുടെ ഇല്ലീഗൽ ബിസിനസിനെ കുറിച്ച് ചേട്ടൻ പോലീസിൽ ഇൻഫോം ചെയ്തു. അത് മാത്രല്ല, അവരെന്നെ പെണ്ണ് കാണാൻ വീട്ടിലേക്ക് തന്നെ വന്നു. ചേട്ടൻ അവരെ ഇൻസൾട്ട് ചെയ്തു. അതുകൊണ്ടാ അവനെ കൊല്ലാൻ ഓടിച്ചപ്പോ പ്രേം ലിഫ്റ്റ് കൊടുത്ത് രക്ഷപ്പെടുത്തി. അവർക്ക് പ്രേമിനോട് ആ ദേഷ്യ. നീ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു, പക്ഷെ എനിക്കിപ്പം ഒരു കാര്യം മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. എന്താണത്? നമ്മൾ രണ്ടാൾക്കും ഇടയിൽ ഒരു ബയോളജി വർക്കാവുന്നുണ്ട്. അതെന്താ ബയോളജി? എല്ലാരും കെമിസ്ട്രി എന്നാണല്ലോ പറയാ. കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ട് എന്ത് ചെയ്യാനാ? ലാബിലൊക്കെ പുകയ്ക്കുന്ന പോലെ നമ്മുടെ ലവും പുകയാനോ? ബയോളജി വർക്കൗട്ട് ആയാലേ നിന്നെ പോലെ കാണാൻ തരക്കേടില്ലാത്ത പെൺകുട്ടിയും എന്നെ പോലെ ഒരു സൂപ്പറായ പയ്യനും ചേരത്തുള്ളൂ. എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. Come on, double up, double up. ശരത്തേ, സർ, അവൻ്റെ അടുത്ത് വരാൻ പറ. അളിയ സാറ് വിളിക്കണോ? ഓ ബോയ്സ്, on your marks, set, go. ഇങ്ങനെ നീ പ്രാക്ടീസ് ചെയ്ത കപ്പ് വാങ്ങുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. നേരെ നീ വീട്ടിലേക്ക് പോകും. നിന്റെ അച്ഛനോട് ഞാൻ പറയാം. എന്താടാ, നീ വാങ്ങാൻ പോകുന്ന ആ കപ്പ് നിന്റെ മാത്രം സ്വപ്നമല്ലടാ, നിന്റെ അച്ഛന്റെ ആശയും എനിക്കുള്ള പ്രതീക്ഷയുമാണ്. അതൊന്നും നിനക്കെന്താ മനസ്സിലാവാത്തെന്ന എനിക്കറിയില്ല. സാർ, എനിക്ക് ഒരു ചാൻസ് തരണം സാർ.
ടൈമിങ് ഞാൻ ശരിയാക്കിക്കോളാം. പോ. പ്രേം, നിന്റെ ലക്ഷ്യം ഓട്ടത്തിൽ മാത്രം മതി. ലക്ഷ്യം കാണാൻ നീ ഓടണം. കണ്ട, ഇപ്പോ ടൈം കൂട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലായോ? സമയം കൂട്ടാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ചെന്ന് വിശ്രമിക്കുക. അളിയാ, നിന്റെ ടൈമിംഗ് മിസ്സാവോന്ന് ഞാൻ ശരിക്കും ഭയപ്പെട്ടടാ. ടൈമിംഗ് ഒക്കെ ശരിയാക്കാൻ എനിക്ക് അറിയാടാ. പുള്ളിക്കാരന് കോംപ്രമൈസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിട്ടാ. എടാ, പ്രാക്ടീസ് നടക്കുമ്പോ വെള്ളം വാങ്ങിയിട്ട് വരാ, ഗ്ലൂക്കോസ് വാങ്ങിയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് നീ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുമായിരുന്നല്ലോ. അവളെ കാണാനല്ലേ നീ പോരുന്നത്? മിണ്ടാതിരിക്കെ, അദ്ദേഹം കേക്കണ്ട. ഡൗട്ട് ഇല്ലാതെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യണം. അതുകൊണ്ട് ഓവർ വിശ്വാസവും പാടില്ല. ഓക്കെ ബോയ്സ്, നമുക്ക് പോയാലോ? നാളെ വൈകുന്നേരം എല്ലാവരും എത്തണം. ശരി സാർ. ഇത് എപ്പോ നോക്കിയാലും പ്രാക്ടീസ് കഴിഞ്ഞു പോകുമ്പോ അവൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടാവും. പോടാ, ആരാ ഫോൺ വിളിക്കും, ചെന്ന് നോക്കടാ. എവിടെയാടാ ഉള്ളത്? നീ എന്താടേ പറയുന്നത്? നീ ജയിക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ വന്നപ്പോ അവന്റെ ഒരു വർത്തമാനം കേട്ടില്ലേ? ഞാനിപ്പോ കലൂര് ബസ് സ്റ്റാൻഡിൽ നിൽക്കാം. നീ എന്നെ വേഗം വന്ന് പിക്കപ്പ് ചെയ്തോളൂ. ഞാൻ നല്ല ടെൻഷനില്ല, നിങ്ങൾ റിലാക്സ്. അവനാരാ ഫോൺ ചെയ്യുന്നത്? എന്റെ ഫ്രണ്ട് വന്നിരിക്കാ സാർ. ഇപ്പൊ സമയം കറക്റ്റായി. അതിനിടയ്ക്ക് ആളും വന്നല്ലോ. ഹായ് ലിയ. വാടാ. നിൻ മിഴികൾ കണ്ട് എൻ മനം മയങ്ങി കാറ്റായി മാറി ഞാൻ. എന്താ അളിയാ, ഭയങ്കര കവിതയൊക്കെ ആണല്ലോ. എടാ, ലവ് ചെയ്തോണ്ടിരിക്കടാ. നിനക്കോ? യെസ്. ആരാടാ അത്? സെക്കൻഡ് ഇയർ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്. കീർത്തിടാ. ഇപ്പഴാടാ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ദിവസമായുള്ളൂ. പക്ഷേ എളിയ, പ്രേമം കൺഫേം ആണോ അല്ലയോ എന്ന് ചെറിയൊരു ഡൗട്ട് എളിയ. അതൊന്നും വലിയ കാര്യമില്ലെന്നേ. ഞാൻ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലവ് ആയിരിക്കും. 4 പെണ്ണുങ്ങൾ ഒരുമിച്ച് വരും. ഓപ്പോസിറ്റില് നമ്മൾ എവിടെങ്കിലും ഒളിച്ചിരിക്കണം. നമ്മളെ കാണാതാകുമ്പോ അവളുടെ കണ്ണുകൾ നമ്മളെ തന്നെ അന്വേഷിക്കും. എടി ഗായത്രി, നീ വരുന്നില്ലേ? അവിടെ ഇറങ്ങാലോ. നിങ്ങൾ ആദ്യം ചെല്ല്, ഞാൻ പുറകെ വരാം. എന്നാ ഓക്കെ, ബൈ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹീറോനെ പോലെ എൻട്രി ചെയ്താൽ മതി. ഇങ്ങനെ സംഭവിച്ചു. എന്താ കീർത്തി, നീ പോകുന്ന ബസ്സല്ലല്ലോ ഇത്? എനിക്കത് നന്നായിട്ട് അറിയാം. ആ ഓട്ടോയുടെ അടുത്ത് ഒരു കുരങ്ങൻ നിൽക്കുന്നത് കണ്ടില്ലേ? അവൻ നമ്മൾ തന്നെ നോക്കി നിൽക്കുക. അതുകൊണ്ടാ വന്നേ പോകാം. അങ്ങനെ ആയില്ലടാ. അങ്ങനാണോ? ഞാൻ വേറൊരു കാര്യം പറയാം.
ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരണിഞ്ഞിരിക്കുന്ന ഓരോ ആഭരണങ്ങളും നമ്മൾ കൊള്ളാമെന്ന് പറയണമെന്ന് ആഗ്രഹിക്കും. ഇങ്ങനെ സംഭവിച്ചില്ലേ? സംഭവിച്ചില്ല. അളിയ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. എന്നാ ശരി, വീടളിയാ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എടാ, എങ്ങോട്ടാ പോകുന്നു? നീ വണ്ടി കയറ്. അയ്യോ വേണ്ടെന്നെ പൊന്നളിയാ, ഈ പ്രേമിക്കുന്നവരോട് പുറകെ പോരുതെന്നാ. എന്താന്ന് വെച്ചാൽ അതിങ്ങനെ ഗട്ടറിൽ ചാടിക്കൊണ്ടേയിരിക്കും. ആ സംഭവം നമുക്ക് പറ്റില്ല. ഇവിടെ തൊട്ടടുത്ത് എന്റെ ആന്റിയുടെ വീടുണ്ട്. ഇന്ന് അവിടെ കഴിഞ്ഞിട്ട് നാളെ നമുക്ക് കാണാം. ഓക്കെടാ, ബൈ. നമസ്കാരം. ഓ, മെയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 ദിവസം വൈകിയത്. അത് വിട്ടേക്ക്. ചേട്ടനോട്. ചേട്ടത് എവിടെ തന്നെ ഉണ്ട്. കൊച്ചിൻ ബായിക്ക് സാധനം അയച്ചോ? അയച്ചിട്ടില്ല. കമ്മീഷണർ നമ്മളെ ഓവറായിട്ട് ട്രേസ് ചെയ്യുന്നുണ്ട്. ആ ബാങ്കിലെ ചെക്കിനെ സാക്ഷിയായി നിർത്തിക്കൊണ്ട് നമ്മുടെ ഗ്യാങ്ങിനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വരുന്നതുവരേക്കും 25 വർഷം കൊണ്ട് നേടിയെടുത്തതാ. ഇതുവരേക്കും ഒരു ദിവസം പോലും കസ്റ്റമറിന് സാധനം കൊടുക്കാൻ താമസിച്ചിട്ടില്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവനെ കൊന്നിരിക്കണം. ഒത്തിയെരിഞ്ഞ റോട്ടി തള്ളിയേക്ക്. നാളെ ആരാണ് ഫസ്റ്റ് സെക്കൻഡിലെത്തുന്നത് അവർക്ക് ഏഷ്യൻ ഗെയിംസിൽ പോകാൻ കഴിയും. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. രാത്രി നന്നായിട്ട് വിശ്രമിക്കണം. കാലത്ത് ബിസ്ക്കറ്റ് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ മാത്രം മതി. ശരീരം നന്നായി വഴങ്ങണം. മനസ്സിലായല്ലോ? ഓക്കെ, ശരി, പൊക്കോ. പറ ഗായത്രി. ചേട്ടൻ കാലത്ത് ഫ്രണ്ടിന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാ. ഇനിയും വന്നിട്ടില്ല. എത്ര ട്രൈ ചെയ്തിട്ടും കോൾ എടുക്കുന്നില്ല. പേടിയാവുന്നു. ഒന്ന് നോക്കാവോ? ചേട്ടന്റെ നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്യും. ശരിടാ. ഒരു ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ട്. ശരി, പോയിട്ട് വേഗം വാ. ഓക്കെ സർ. ഹലോ. ഹലോ, ഞാൻ പ്രേമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെ ഉള്ളത്? ഹലോ, ഇവിടെ കുറച്ചു പേര് എന്നെ ഓടിപ്പിക്കാണ് ഗാന്ധിനഗറിന്റെ അടുത്ത്. ഗാന്ധിനഗറിൽ എവിടെയാ? ആ മാർക്കറ്റിന്റെ അടുത്ത്. ഹലോ ഹലോ ഹലോ. എന്റെ കാശ് ആരാണാമോ ചവിട്ടിയത്? കാഴ്ച ശക്തിയില്ലാത്ത ഞാൻ ഇതൊക്കെ എങ്ങനെ പെറുക്കിയെടുക്കും? മഹാഭാവികളെ തൊലഞ്ഞു പോണം. ദുഷ്ടന്മാര്, ഇവന്മാരൊക്കെ ഗതി കിട്ടാതെ ചാകണം ദൈവമേ.
ആരാന്നറിയില്ല മോനെ. നല്ല കാര്യം, ഒന്ന് പെറുക്കി തരൂ മോനെ. ആരല്ല? നീ നന്നായി വരട്ടെ. ദ്രോഹികള് എല്ലാം തെറിപ്പിച്ചിട്ട് പോയി. ഈശ്വരന്മാരെ. കുത്തിയരിഞ്ഞാന്ന് ചോദിക്കുക. ചോദിക്കാം. മോനെ, നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ടിരുന്നു. ശരി ബ്രോ. നിനക്ക് എന്താ പറ്റിയ മോനെ? ഒന്നുമില്ല അമ്മേ. മോനെ, നിനക്ക് എന്താ പറ്റിയ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, വിട്. എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? പറഞ്ഞ ഒരു അനുസരണയും ഇല്ല. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഡിയമിൽ ഇരിക്കണം. ഞാൻ ട്രാക്കിൽ ഓടാൻ വേണ്ടി നിൽക്കുമ്പോ എനിക്ക് നിന്നെ കാണണം. നീ വരില്ലേ? ഷുവർ. ഈ സമയത്ത് നീ ഇനി ഇപ്പൊ അങ്ങോട്ടാ? വരാമേ. ഇപ്പഴല്ലേ വന്നോളൂ, അപ്പോഴേക്കും എങ്ങോട്ടാ? DC ഒന്ന് പെട്ടെന്ന് വരാൻ പറഞ്ഞു. കണ്ടിട്ട് വരാം. എന്തോ ചെയ്തു? കാണാം ബ്രോ. ആ, നോക്കി പോണേ. ശരിക്കും എനിക്ക് ഇപ്പഴാ തോന്നുന്നത്. എന്താ തോന്നുന്നത്? അതല്ല, പ്രേമിനും എനിക്കും എന്ത്? ഒരു ബയോളജി വർക്കൗട്ട് ആവുന്നുണ്ടെന്ന്. ഒന്നിനും കൊള്ളാത്ത കഴുതകള്. തിന്നാൻ മാത്രം കൊള്ളാം. അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നില്ലേ? എന്താടാ, അവന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് വീടിന്റെ മൂലയിൽ കക്കൂസ് ഉണ്ടാക്കുക. നമ്മുടെ ജോലിയിൽ ഇതൊന്നും നടക്കില്ലടാ. ആണുങ്ങളാണെങ്കിൽ തന്റെ ദേഹത്ത് കൈവച്ച് കഴിഞ്ഞാ കുത്തിയെരിഞ്ഞ് കടലിൽ തള്ളും. എടാ യദു, ആ വരുത്തൻ എവിടെയാടാ താമസിക്കുന്നെന്നറിയോ? അവനെ ഞാൻ നോക്കിക്കൊള്ളാം. ആ IP അഡ്രസ് ആരെയാണെന്ന് അന്വേഷിക്കണം. ഓക്കെ സർ. വരണം ദിനേഷ്. നിങ്ങളൊന്ന് പുറത്തു നോക്കൂ. സർ.
പറയൂ ദിനേശ്. സാർ, അന്ന് തന്നെ കള്ളനോട്ടിന്റെ കേസിൽ എല്ലാവരും പിടിച്ച് അകത്താക്കായിരുന്നു. സാറല്ലേ അറ്റംപ്റ്റ് മർഡർ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറഞ്ഞ്. ഇപ്പൊ ഞാൻ എവിടെ പോയാലും എന്റെ പിന്നാലെ അവന്മാരുണ്ട്. നീ കൊടുത്ത 4 കള്ളനോട്ടുകൾ വെച്ച് ആ നെറ്റ്വർക്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ദിനേശ്. കൃത്യമായി പ്ലാൻ ചെയ്ത് പൊക്കണം. പൊക്കാം. എവിടെ അവൻ? ആര്? പ്രേമന? അവരെ അന്ന് വീട്ടിൽ പറഞ്ഞു വിട്ടല്ലോ. വൈകിട്ട് 5 മണി വരെ അവനെ റോഡിൽ കണ്ടവരുണ്ട്. എന്നിട്ട് ഇപ്പൊ നാട്ടിൽ പോയെന്നോ? ഏയ്, പറയുന്ന കേക്ക്. ഒരു കോച്ചിങ്ങിന് നുണ പറയുന്നത് ശരിയല്ല. നാളെ നീ സ്റ്റേഡിയത്തിലേക്ക് ഈ കാലം കൊണ്ട് എങ്ങനെ വരുന്ന കാണടാ. ചേട്ടാ, എന്തു പറ്റി? അച്ഛാ, മോളെ. സഹിക്കാൻ പറ്റുന്നില്ല. എന്താടാ പ്രേം, എടാ നീ എവിടെയാടാ? സാറിനെ തല്ലിയടാ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കടാ, നീ വേഗം വാ. സോറി സർ. സാറിനെ കാണാൻ വേണ്ടിട്ട് എന്റെ മോൻ വന്നത്. നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പേരില ഞാൻ അവനെ തടയാതിരുന്നത്. ഇപ്പൊ എന്തായി സാറേ? സാറിന്റെ ഓഫീസിന് മുന്നിൽ വെച്ച് കുത്തിക്കൊന്നില്ലേ അവരെ? എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങള്? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്
എന്റെ മകന് തിരിച്ചു തരാൻ പറ്റുമോ? പറയ് സാർ, തിരിച്ചു തരാൻ പറ്റുമോ? ചെല്ലു സാർ, ചെന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് വരും. ഞങ്ങളുടെ ബാങ്കിൽ സെക്യൂരിറ്റി ജോലി വേക്കന്റ് ആണ്. ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം സാർ. പോ സാർ, പോ സാർ, ഞാൻ നോക്കിക്കോളാം. എടാ, ആരാ ചെയ്തത്? യദുവാണ്. പക്ഷെ അവൻ ഉന്നവെച്ചത് നിന്നെയാ. തല്ലിച്ചതച്ചടാ. ശരി, എവിടെയാ ഉള്ളത്? 215 സാർ, ചെറിയ പരിക്കേ ഉള്ളൂ, എല്ലാം ശരിയാവും. അന്നേരം ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോയിട്ടാ. പോയില്ലടാ, എല്ലാ പ്രതീക്ഷയും പോയില്ലേ? പ്രേമ, നാളെ ഗ്രൗണ്ടിൽ അവന്മാർ നിന്നെ ഓടാൻ അനുവദിക്കില്ല. നിന്റെ അച്ഛന്റെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് നോക്കുന്നത്? നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അവന്മാർ തകർത്തല്ലോ. നാളെ ഗ്രൗണ്ടിൽ നീ ഓടനോക്കി ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ കാണുന്ന കള്ളനോട്ടുകൾ പലതും കള്ളനോട്ടുകളാണ്. നിങ്ങൾക്ക് മാത്രമല്ല, ഓത്തറൈസ്ഡ് കറൻസി ചെക്കിംഗ് മെഷീന് പോലും ചില സമയത്ത് അബദ്ധം പറ്റും. ശങ്കരൻ അടിക്കുന്ന നോട്ടുകൾ അത്രയും പെർഫെക്റ്റ് ആണ്. ഇതുവരെ ശങ്കരന്റെ പേരിൽ ഒരു കേസോ FIR ഒന്നും ഇട്ടിട്ടില്ല. ഇൻഫാക്ട് അവൻ അടിക്കുന്ന നോട്ടിനും ഗവൺമെന്റ് അടിക്കുന്ന നോട്ടിനും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പ്രിന്റിങ്ങിന് അവൻ ഇപ്പോഴും പഴയ മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഈസ് എ നൊട്ടോറിയസ് ക്രിമിനൽ. ശങ്കരന് എല്ലാറ്റിനും സഹായം അവന്റെ റൈറ്റ് ഹാൻഡ് യദുവാണ്. ഇന്ത്യ പോലുള്ള പോപ്പുലേഷൻ അധികമുള്ള രാജ്യത്ത് ഫേക്ക് നോട്ട്സിന്റെ ഫ്ലോട്ടിംഗ് വളരെ എളുപ്പമാണ്. ഈ വിഷ്വൽ ഒന്ന് കണ്ടോളൂ സർ, പ്ലീസ്. കഴിഞ്ഞ 8-ാം തീയതിക്ക് ശേഷം കള്ളനോട്ടുകളുടെ കൂമ്പാരമാണ് കണ്ടെത്തിയതെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. ഈ കള്ളപ്പണം ഇറക്കുമതി ചെയ്തത് വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണെന്നാണ് RBIയുടെ കണ്ടെത്തൽ. 2012-2013 18.9 കോടി, 2013-2014 24.7 കോടി. ഇത്രയും വലിയ കള്ളപ്പണം ഇപ്പോഴും മാർക്കറ്റുകളിൽ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണ്. ഇത്രയും കള്ളനോട്ടുകൾ ജനങ്ങൾക്കിടയിൽ ഉപയോഗത്തിലിരുന്നാൽ സർക്കാരിന് ഇത് വൻ സാമ്പത്തിക നഷ്ടം വരുത്തി തീർക്കാവുന്നതാണ്. ഇതുമൂലം രാജ്യത്ത് വൻ സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുകയും സാധാരണ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നതുമാണ്. അതിനാൽ ഈ കള്ളനോട്ട് സംഘത്തെ ഉടൻ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം വാർത്തകളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയില്ല. കള്ളനോട്ട് അച്ചടിക്കുന്ന ഗ്രൂപ്പിനെ നമ്മൾ സാധാരണ കാണരുത്. അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത നശിപ്പിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ക്രിമിനൽസിന്റെ ലിസ്റ്റിൽ ശങ്കരൻ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. ഇതുവരെ വൈറ്റ് കോളർ അക്യൂസ്ഡായി ഇവിടെ ജീവിച്ചിരുന്നവർ കുറച്ചു കാലമായി ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഇറങ്ങിയിരിക്കുകയാണ്. ബിസിനസ്സിൽ എതിരായ മുണ്ടൂർ ഐസക്, നമുക്ക് തെളിവ് തന്ന ദിനേശ്, 27 വയസ്സ് പയ്യനാണ്. ഇന്നവൻ ജീവിച്ചിരിപ്പില്ല.
സാറിന്റെ ഓർഡറിന് വേണ്ടി കാത്തിരിക്കാണ്. സാറ് പറഞ്ഞാൽ മുഴുവനും ക്ലിയർ ചെയ്യാം. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാല് ഉടനെ എടുത്തയാൾ ഒരു ആക്ഷൻ ഒന്നും എടുക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. വെയിറ്റ് ചെയ്യൂ, പിന്നെ നോക്കാം. നോക്കി ഇറങ്ങ്. സൂക്ഷിച്ച്. കുഴപ്പമില്ല. സർ, ഇറ്റ്സ് ഓക്കെ, ഇരിക്കണം. സർ, എന്റെ പേര് ദേവൻ. അറിയാം, ഫിസിക്കൽ ഡയറക്ടർ അല്ലേ? ഇത് പ്രേമൻ. അച്ഛന്റെ പേര് സോമശേഖരൻ. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ SA ആയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ റിട്ടയർഡ് ആകും. വളരെ സത്യസന്ധനാണ്. അതെ സർ. ഹേർഡൽസ് ഈവന്റില് നാഷണൽ ടൈമിംഗ് എടുത്തിട്ടുള്ള ആള്. ശരീരത്തിൽ മുറിവേറ്റാൽ ചോര നിൽക്കില്ല. ഇതറിഞ്ഞുകൊണ്ടും റൗഡി പിള്ളേരെ റോട്ടിൽ നല്ല തല്ലി തല്ലിയല്ലോ. അവന്മാരോട് നിനക്കെന്താ പ്രശ്നം? ഒന്നുമില്ല സാർ. പ്രേമ. അതെ സാർ, നാളെ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം സാർ. ദിവസം 5 ലക്ഷം പേര് വന്നു പോകുന്ന സ്ഥലമാണത്. ആർക്കാരെ രക്ഷിക്കാൻ പറ്റും? ഈ നാട്ടിൽ എനിക്ക് തന്നെ രക്ഷയില്ല. അവരവരുടെ ജീവൻ അവരവർ തന്നെ സംരക്ഷിക്കണം. വെരി സോറി. സാർ 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 നിങ്ങൾ ഇരിക്കണം സാർ, ഞാൻ നോക്കട്ടെ. സാർ, ഇനിയിപ്പോ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ തന്നെ കേരള സ്പോർട്സ് അക്കാദമി ഞങ്ങളോട് ആവശ്യപ്പെടണം. അതും 10 ദിവസങ്ങൾക്ക് മുമ്പ്. ഇത് തീ കുരുത്തതാടാ ഈ ശരീരം. അങ്ങനെ വെയിലത്തൊന്നും അങ്ങനെ പാടില്ല. നായിന്റെ മോൺ കടിച്ചതാ. ആ നശിച്ചവൻ എവിടെയോ മുങ്ങിക്കളഞ്ഞ. ദാ, നമ്മുടെ കൺവെട്ടത്തുനിന്ന് എവിടെയാണ് പോയത്? അവൻ എന്റെ കൈ കിട്ടിട്ടുണ്ടെങ്കിൽ ഈ പഞ്ഞു വെച്ച് അമർത്തി പിടിച്ചോളൂ, അപ്പൊ ബ്ലഡ് നിന്നോളും. എന്റെ ചോര നിൽക്കും ഡോക്ടറെ. അവന്റെ രക്തം ഒരിക്കലും നിൽക്കില്ല. ഇവനാണോ നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയണ പയ്യൻ? ഒരു സൂചി എടുത്ത് കുത്തിയാ മയങ്ങിപ്പോവും അവൻ. ഒരടി കിട്ടിയ ബ്ലഡ് എല്ലാം പോയ അപ്പൊ തന്നെ ചാവും അവൻ. ശരി, ഞാൻ പോകട്ടെ. ശരി, ഞാൻ പോവാ. ചേട്ടാ, ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. അവരെന്തിനാടാ ഇവിടെ വന്നത്? എന്തോ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. ആ, വരാൻ പറ. ആ. ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഒരു 6 മാസത്തേക്ക് എങ്ങോട്ടേലും ഒന്നും മാറി നിന്നേ പറ്റൂ. DC എന്തോ സീക്രട്ട് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും എന്തും നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നീ ഒളിക്കാൻ പറയുന്നേ? നിന്റെ ദേഷ്യം എന്തിനാടാ ഇങ്ങേരോട് തീർക്കുന്നേ? ഒന്നുമല്ലെങ്കിൽ അയാളുടെ പദവിയെങ്കിലും നോക്കണ്ടേ? നിന്റെയൊക്കെ നല്ലതിന് വേണ്ടിട്ടാ ഞാൻ പറയുന്നത്. ബാക്കിയല്ല നിന്റെ ഇഷ്ടം. ഇയാള് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമ്മള് മണ്ണല്ലല്ലോ കഴിക്കുന്നത്. ആ ചെറുക്കൻ എന്നെ അടിച്ചപ്പോ വല്ലാതെ വേദനിച്ചു. എടാ യദു, അവന്റെ ശവം ഞാൻ നേരിട്ട് കാണാതെ ഞാൻ എവിടെയും വരില്ല. എടാ യദു, എടാ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. എവിടെയാണുള്ളത്? നാളെ 10 മണിക്ക് സ്റ്റേഡിയത്തിലേക്ക് വന്നേക്ക്. അവനെ പൊക്കണം. ഞാൻ എത്തിക്കോളാം. എന്തായടാ, എന്ത് പറഞ്ഞു? ഞാൻ കുറെ ചോദിച്ചു നോക്കി. പുള്ളി പറയുന്നത് ശരി തന്നെയല്ലേ? അവരവരുടെ ജീവൻ അവരവരെ തന്നെ രക്ഷിക്കണം. എന്താടാ പ്രേമ? നിങ്ങൾ വരണം സാർ. ഇപ്പൊ എന്ത് ചെയ്യൂടാ? ദാ, നമുക്ക് ഹോട്ടലിൽ തങ്ങണ്ട, വീട്ടിൽ പോയി താമസിക്കാം. എടാ, നീ സാറിനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചോണ്ടിരാം. ശരി. പ്രേമ,
പെട്ടെന്ന് വരണേ. ആ ശരി സർ. ഹോട്ടലിൽ നിന്ന് എല്ലാരെയും വരാൻ പറയാം. ആ ഞാൻ നോക്കിക്കോളാം സർ. ഓക്കേടാ. നോക്കിയിരിക്കും സാർ. ഹലോ. ഹലോ സർ, സേഫ് ആയിട്ട് പോയില്ലേ? നിന്റെ കൂടെ വന്ന അയാൾ എങ്ങനെയാണ് സേഫ് ആവുന്നത്? കമ്മീഷണറെ കൂട്ടുപിടിക്കുന്നതാ. നിന്നെ കൊന്ന ശേഷം അടുത്തതാണോടാ? കാലൊടിച്ചവന് കഴുത്ത് വെട്ടാൻ എത്ര നേരം വേണോടാ? ഞാൻ പാലാരോട്ട് ജംഗ്ഷനിലുണ്ട്. 1/2 മണിക്കൂറിൽ നിന്റെ കോച്ചിനെ കൊല്ലും. നീ തോന്നുമ്പോ വന്നാ മതി. സാർ, പ്രേമ എന്നെ ക്രോസ് ചെയ്ത് പോയി. ഓക്കെ, I'll be there. എന്താടാ കോച്ച്, നീ സ്പോർട്സ് ഒക്കെ പഠിപ്പിക്കുന്നതിന് പകരം നന്നായിട്ട് തല്ലാൻ നീ പഠിപ്പിച്ചല്ലോ. അത് പിന്നെ അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തനല്ല. എന്ത് വന്നാലും നാളത്തെ ഗെയിമാണ് ഞങ്ങൾക്ക് ലക്ഷ്യം. എന്തോന്നാ പറഞ്ഞത്? അവന് ജീവനുണ്ടെങ്കിലല്ലേ പങ്കെടുക്കാൻ കഴിയുള്ളൂ. ഒരു മുട്ടുസൂചി കുത്തിയാലേ സഹിക്കാൻ പറ്റുന്നവനല്ലേ. ഇപ്പോഴാ എനിക്കത് മനസ്സിലായത്. വരുന്നുണ്ട്. ഒരു മുറിവല്ല, നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവന്റെ ശരീരം മൊത്തം രക്തത്തിൽ കുളിച്ചിരിക്കും. പിന്നെ അവനെന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയില്ല ഞങ്ങളൊക്കെ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞാൻ കാല് പിടിക്കാം. പ്രേം, വേണ്ട, നീ ഇവിടുത്തെ പോ. ഞാൻ പറയുന്ന കേക്ക്. പ്രേം, നീ ഇവിടെ നിൽക്കണ്ട. അല്ല, നീ എത്തിയല്ലേ? അന്ന് എന്താ നിങ്ങൾ നിങ്ങളെ ജോലി നോക്ക്, അത് അവൻ നോക്കിക്കോളും.
ഡേയ്, നീ അത്രക്കായോടാ ചള്ളു ചെക്ക. ഒരടി നടന്ന കഴുത്തറുത്ത് മുന്നീട്ടി വരും. എടാ യദു, വെട്ടടാ അവനെ. എടാ, നീ എന്താ ഈ കാണിച്ച്? എടാ അളിയ, എനിക്ക് പേടിയാവുന്നടാ. അളിയ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? സാർ, നിനക്കെന്തെങ്കിലും പറ്റിയോ? പ്രേം, ഞാൻ തേടുന്ന ആള് ഇപ്പൊ നിന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കേക്ക്. എന്താ സാറേ, നിങ്ങളുടെ ഡ്യൂട്ടി ഞാനാണ് നോക്കണ്ടേ? എല്ലാരിടത്തും എന്റെ കണ്ണ് കൊടുക്കാൻ പറ്റുമോ? നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. എന്നെ സംരക്ഷിക്കാൻ എനിക്ക് കണ്ണിന്റെ ആവശ്യമില്ല സാർ. എന്നെ ഓടാൻ പഠിപ്പിച്ച ആളെ നടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിരിക്കുന്നു. സാർ, സാർ, സർ, നിങ്ങൾ ആവശ്യപ്പെട്ട സംരക്ഷണം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈവന്റിൽ പങ്കെടുക്കാം. ഓൾ ദി ബെസ്റ്റ് പ്രേം.
മാഡം എത്ര പോയിന്റായി? 36 points ആയി. പ്രേം ഓൾ ദി ബെസ്റ്റ്. അവനല്ല, ഞാനാ സംസാരിക്കുന്നത്. പ്രേമിന്റെ മത്സരം ഇനിയും കഴിഞ്ഞിട്ടില്ലേ? നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇപ്പം ഒരുപാട് തിരക്കില്ല. ഓ ശരി ശരി ശരി. ഹലോ, ആൾ ദി ബെസ്റ്റ്. നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം അവനെ. Let me draw your attention to the start point of 110-meter hurdles. Now we are going to start the 110-meter men's final. The lineup for this 110-meter hurdle men's final is as follows. In lane number 1, we have bib number 953, Riya Thermal from Kerala. In lane number 2, bib number 668, Rupa from Andhra Pradesh. In lane number 3, bib number 724, Ashwin from Rajasthan. In lane number 4, bib number 887, Malhotra from Jharkhand. In lane number 5, 727, Ugarendi from Tamil Nadu. In lane number 6, 933, Rahul from West Bengal. In lane number 7, bib number 880, Ramesh from Bihar. And in lane number 8, bib number 650, Uttam Singh from Haryana. This is the lineup for 110-meter hurdle men's final. Let us all wish the 8 finalists all the very best. വാങ്ങുന്നത് നിനക്ക് മാത്രമല്ല, നിന്റെ അച്ഛന്റെ ആഗ്രഹവും എന്റെ പ്രതീക്ഷയുമാണ്. നീ ഓടുമ്പോൾ നിന്റെ ലക്ഷ്യം കപ്പിന് വേണ്ടിയായിരിക്കും.
എന്താണ് നിനക്ക്? എഴുന്നേക്കടാ. വാ 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 വേഗം വാ ആശുപത്രിയിലേക്ക് പോവാം. മാറി പെട്ടെന്ന് മാറി എല്ലാവരും മാറിക്കേ. പിടിച്ചു